ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. യൗവനക്കാരുടെ ഇടയിൽ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ വലിയൊരു വിടുതലിൻ്റെ സാക്ഷ്യമാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെയൊക്കെ ആയിരുന്നാൽ കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദേവദാസനെ പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സന്തോഷമായിരിക്കുന്നല്ലോ? തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങള് സന്തോഷമായിട്ടിരിക്കുന്നു. പാസ്റ്ററിന്റെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഒത്തിരി അധികം സന്തോഷമുണ്ട്. ഞാൻ നാളുകൾക്ക് മുന്നമേ, എനിക്ക് തോന്നുന്നു ചില വർഷങ്ങൾക്ക് മുന്നമേ പാസ്റ്ററിൻ്റെ ഒരു ടെസ്റ്റ് മണി ഇവിടെ കേൾക്കുവാനിടയായി തീർന്നു. എന്നാൽ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിച്ചു, എന്നാൽ ലഭിക്കാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു. എന്നാൽ തക്ക സമയത്ത് ദൈവദാസൻ്റെ ആ ഒരു നമ്പർ തരുവാനിടയായി തീർന്നു. ഒന്നും അറിയാതെയാണ് ഞാൻ ദൈവദാസനെ വിളിച്ചത്. എന്നാൽ ഇപ്പോൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കർത്താവ് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയുള്ളൊരു ആ ദൈവദാസനാണെന്ന്. കർത്താവ് ദേവദാസനെ ഉപയോഗിക്കട്ടെ. ഞങ്ങൾക്ക് ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ഞങ്ങളെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി പിതാവേ. ദാസനെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് നടത്തിയ വിധങ്ങൾ വഴികളാ കർത്താവിൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യമൊക്കെ കേൾക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. എഴുവിക്കാർക്ക് അതൊരു അനുഗ്രഹമായി തീരട്ടെ. ഈ സാക്ഷ്യത്തിലൂടെ അനേകർ ക്രിസ്തുവിലേക്ക് അടുത്തു വരുവാൻ കർത്താവിൻ്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചാട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. പാസ്റ്റേ, ഇപ്പോഴെവിടെയാണ് ദേവദാസൻ ശുശ്രൂഷയിലായിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. എൻ്റെ പേര് ജോബിൻ ജോൺസൺ. എൻ്റെ കുടുംബം, എനിക്ക് ഭാര്യ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരൻ, കുടുംബം ഒക്കെ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ഞാൻ ശുശ്രൂഷിക്കുന്നത് ഇവിടെ എൻ്റെ വീടിന് കുറച്ചടുത്തായിട്ട് തന്നെ ചീരങ്കാവ് എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിൽ ഒരു ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഭാഗമായിട്ട് അഗപ്പെ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടായ്മയുടെ ശുശ്രൂഷകനാണ് ഞാൻ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കർത്താവ് സ്ഥാപിച്ച ഒരു ചെറിയ സഭാപ്രവർത്തനമാണ്. അതുമായിട്ട് കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവം അയക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കുടുംബമായി ദൈവം ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്താണ് ചീരങ്കാവ് എന്ന് പറയുന്ന ഈ സ്ഥലം ഉള്ളത്. സഹായിക്കട്ടെ. ഓക്കെ പാസ്റ്റർ, ഇനിയുള്ള സമയം ഞാൻ കർത്താവിൻ്റെ ദാസന് നൽകി തരികയാണ്. കർത്താവിൻ്റെ ദാസന് ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടി വിയുടെ സംഘാടകരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഈ ടെസ്റ്റിമണി സെഷനിൽ ഈ കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി റേച്ചൽ മാത്യു അവരുടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് സന്ധ്യയ്ക്ക് ഈ ചാനലിൽ കൂടെ എൻ്റെ അനുഭവങ്ങൾ, കർത്താവ് നടത്തിയ വിധങ്ങൾ, മഹോന്നതനായ ദൈവം ഇന്നും ജീവനുള്ളവനെന്ന് തെളിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങളെ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി ഈ കാലഘട്ടത്തിലും ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയിൽ ആ കൂട്ടത്തിൽ ഒരുവനായി തീരുവാൻ എളിയവനായ എന്നെയും വലിയവനായ ദൈവം എടുത്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മഹാത്ഭുതങ്ങളാൽ ജീവിക്കപ്പെടുന്ന കോടാനുകോടി സാക്ഷികൾ ഈ ലോകത്തിലുള്ളപ്പോൾ ഏറ്റവും എളിയവനായ എനിക്കും ചില അനുഭവങ്ങളെ നൽകി കർത്താവിന്റെ രാജ്യത്തിന് കൊള്ളാകുന്നവനാക്കി എന്നെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ
വൻ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു അനുഭവ സാക്ഷ്യം പറയുവാൻ എന്നെ യോഗ്യനാക്കി തീർത്ത ദൈവത്തിന്റെ മഹാപ്രവൃത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജോബിൻ ജോൺസൺ. ഞാൻ കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്ത് കാരുവേലി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ്. ഞാനൊരു പെന്തക്കോസ്ത് അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചു വളരുന്നത്. എൻ്റെ പിതാവാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ മകനായി ജനിച്ച ഞാൻ വിശ്വാസ അനുഭവത്തിൽ തന്നെയാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ വീട്ടിൽ എനിക്ക് മാതാവ്, പിതാവ്, എനിക്ക് 2 വയസ്സിന് മൂത്ത ഒരു സഹോദരൻ, എൻ്റെ പിതാവിന്റെ അമ്മ, അങ്ങനെ 5 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബ പശ്ചാത്തലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ ബാല്യകാലങ്ങൾ മുതലേ ഒരുപാട് ശാരീരികമായ പ്രതിസന്ധികൾ എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയത്തക്ക ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുൻപ് 2003 സെപ്റ്റംബർ മാസം 6-ാം തീയതി അതിരാവിലെ സമയത്ത് ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊത്ത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ, അന്ന് എനിക്ക് ഏകദേശം 14 വയസ്സ് പ്രായമേ ഉള്ളൂ. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾ കുടുംബമായി ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അതിരാവിലെ സമയം ഓപ്പോസിറ്റ് വന്ന ഒരു ജീപ്പ് ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിൽ വന്ന് ഇടിക്കുവാനിടയായി. ഈ 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് എൻ്റെ ശരീരത്തിൽ അതീവ ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചു. എന്നാൽ ദൈവത്തിന്റെ വലിയ കൃപയാൽ മറ്റാർക്കും യാതൊരു പരിക്കും സംഭവിച്ചില്ല. ഞാൻ വാഹനത്തിന്റെ വലതുവശം ചേർന്നിരുന്നത് കൊണ്ട് വണ്ടികൾ തമ്മിൽ വന്ന് ഇടിക്കുന്നത് ഈ 2 വശങ്ങൾ ഞാൻ ഇരുന്ന വശത്താണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിലാണ് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചത്. എൻ്റെ വലത് കരത്തിന്റെ അസ്ഥികളെല്ലാം ഒടിഞ്ഞ് നുറുങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായി. അതോടൊപ്പം എൻ്റെ ഇടത് കൈയുടെ ഒരു ചൂണ്ടുവിരൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്കിപ്പോ ഈ ദൃശ്യമാധ്യമത്തിൽ കൂടെ അല്ലെങ്കിൽ ഇപ്രകാരം ഒരു സാഹചര്യത്തിലായതുകൊണ്ട് എനിക്ക് ആകപ്പാടെ എനിക്കുണ്ടായിട്ടുള്ള ക്ലേശങ്ങളിൽ എല്ലാവരെയും കാണിക്കാൻ പറ്റുന്ന ഏക സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ഈ ഫിംഗറിന്റെ കാര്യമാണ്. എൻ്റെ ഇടത് കൈയുടെ ഒരു ചൂണ്ടുവിരല് എൻ്റെ 14-ാമത്തെ വയസ്സിലുണ്ടായ ഈ വാഹനാപകടത്തിലാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. ഈ 2 കയ്യിലും ഗുരുതരമായ പരിക്കുകൾ എനിക്ക് പറ്റി. അതിലുപരി എൻ്റെ വയറിന്റെ വലതുവശത്തായിട്ട് എനിക്ക് അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. ഞാൻ നിലവിളിച്ചു, കരഞ്ഞു. എൻ്റെ പ്രയാസങ്ങൾ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഉണ്ടായി. അപകട സ്ഥലത്ത് നിന്ന് എന്നെ എല്ലാവരും കൂടെ കോരിയെടുത്ത് മറ്റൊരു വാഹനത്തിൽ കയറ്റി കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് ഞാൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. വൊമിറ്റ് ചെയ്ത് എൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് മഞ്ഞ നിറത്തിലുള്ള ഒരു ഫ്ലൂയിഡും രക്തവും ഒക്കെ കലർന്ന ഒരു ദ്രാവകമായിരുന്നു. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാര് പെട്ടെന്ന് വന്ന് നടത്തിയ പരിശോധനകളിൽ ഇനിഷ്യൽ പരിശോധന തന്നെ നടത്തി ഒരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ തന്നിട്ട് അവർ പെട്ടെന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ ഈ കുട്ടിയെ ഷിഫ്റ്റ് ചെയ്യണം, കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നവർ പറഞ്ഞു. അങ്ങനെ എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയും വളരെ വേഗതയിൽ ക്രമീകരിക്കപ്പെട്ട വാഹനത്തിനകത്ത് എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അതേ ദിവസം തന്നെ കൊണ്ടുപോവുകയും, പോകുന്ന വഴിയിലൊക്കെ ഞാൻ നന്നായിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ സാഹചര്യങ്ങൾ ഗുരുതരമായി മാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ കൊണ്ടുചെന്ന് പ്രാഥമികമായി ഡോക്ടേഴ്സ് എല്ലാം വന്ന് ചില പരിശോധനകൾ നടത്തി, ചില സ്കാനിങ്ങുകളൊക്കെ അടിയന്തരമായിട്ട് നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഹെവി ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടെന്നും ലിവറിന് കാര്യമായ ക്ഷതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് അതിന്റെ ഡയഗ്നോസിസ് റിപ്പോർട്ട് വരുവാൻ ഇടയായത്. ഡോക്ടർമാര് പെട്ടെന്ന് വന്ന് എൻ്റെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി സർജറി നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ
എന്നെ അന്ന് തന്നെ ഒരു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയ കഴിഞ്ഞ് ഡോക്ടർമാർ പുറത്തു വന്ന് എൻ്റെ മാതാപിതാക്കളെ വിളിച്ച് പ്രിയപ്പെട്ടവരോടൊക്കെ ആയിട്ട് പറഞ്ഞു, കുട്ടിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. ലിവറിന് സ്പ്ലിറ്റ് സംഭവിച്ചിരിക്കുന്നു, വലിയ ക്ഷതങ്ങൾ ലിവറിന് ഏറ്റിട്ടുണ്ടായിരുന്നു. ഞങ്ങളാലാവുന്ന രീതിയിലൊക്കെ ഞങ്ങള് പരിക്ക് പറ്റിയ ഭാഗങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും യാതൊരു ഗ്യാരണ്ടിയും ഞങ്ങൾക്ക് ഈ കുട്ടിയുടെ കാര്യത്തിൽ തരാൻ പറ്റുകയില്ല എന്ന് ഡോക്ടർമാര് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു. മിനിമം 48 മണിക്കൂറെങ്കിലും കഴിയാതെ ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർമാര് പറയുകയും എന്നെ അവിടെ നിന്ന് അതീവ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും ഏകദേശം 2-3 ദിവസം ഞാൻ വളരെ ഗുരുതരമായ സാഹചര്യത്തിൽ കൂടെയാണ് കടന്നുപോയത്. എങ്കിലും മഹാദൈവത്തിന്റെ വലിയ പദ്ധതികൾ ഈ എളിയവന്റെ മേൽ അവശേഷിച്ചിരിക്കൊണ്ട് അവിടെ മരണത്തിന്റെ വെല്ലുവിളികൾ ഉയർന്നു നിന്നെങ്കിലും അതിലേക്ക് പോകാൻ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനായ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന്റെ മഹാപദ്ധതി എന്നെ പറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് ആ ദുരന്ത മുഖത്ത് നിന്ന് ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. ഒരൊറ്റ ദിവസം കൊണ്ടുള്ള വിടുതലല്ല, അതിനെ തുടർന്ന് മറ്റു ചില ശസ്ത്രക്രിയകൾ, കൈ ഒടിഞ്ഞുപോയ കൈയുമായി ബന്ധപ്പെട്ടും ഒക്കെ എനിക്ക് പിന്നീട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 മാസത്തോളം ആശുപത്രിയിലും വീട്ടിലും ഒക്കെ ആയിട്ട് കിടക്കയിലും മറ്റുമായിട്ട് എനിക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ചില മുടക്കങ്ങളൊക്കെ ആ പരിമിതമായ കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ ആ അപകടവുമായി ബന്ധപ്പെട്ട് അതിന്റെ റിക്കവറി സ്റ്റേജസിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. എങ്കിലും ദൈവത്തിന്റെ വലിയ കൃപയാൽ ആ ദുരന്ത മുഖത്തു നിന്ന് എനിക്ക് പൂർണ്ണമായും ഒരു വിമോചനം കർത്താവ് തന്നു. ശസ്ത്രക്രിയ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പാടുകളുണ്ട്, ഒരു ഫിംഗർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ കർത്താവിന്റെ വലിയ കൃപയാൽ എനിക്ക് അത്ഭുതകരമായ ഒരു ദൈവിക സൗഖ്യം എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു. ഞാൻ പൊതുവെ ഈ എക്സാജറേഷനോട് ഒത്തിരി താല്പര്യമുള്ള ഒരാളല്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എൻ്റെ ഓർമ്മയിലുള്ള, ഒത്തിരി വർഷമായി, 10-22 വർഷമായി, എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടെ തന്നെ ഞാൻ അത് പറയാനായിട്ട് ശ്രമിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള ദൈവമക്കളായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ തന്നെ കേൾക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടമെന്നും ഞാൻ കരുതുകയാണ്. സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നമ്മുടെ തലയിൽ നിന്നൊരു മുടിനാരിഴ നിലത്ത് വീഴുന്നെങ്കിൽ അത് ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. സ്തോത്രം. അങ്ങനെയുള്ള ഒരു മഹാദൈവത്തെ സേവിക്കുന്ന നമുക്ക് എക്സാജറേഷന്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ പുറകിലും ദൈവത്തിന്റെ പദ്ധതി മറഞ്ഞിരിപ്പുണ്ട് എന്ന് പല അനുഭവങ്ങളിൽ കൂടെ പിന്നീട് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് അവസരം തന്നു. എനിക്ക് ആദ്യം ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഒത്തിരി പക്വതയൊന്നുമില്ല. ഒരു 10-14 വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഞാനൊരു പെന്തക്കോസ് അനുഭവത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയുടെ ഭാഗമായിട്ടൊക്കെ അവിടുത്തെ സൺഡേ സ്കൂളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മീക തലങ്ങളെ പറ്റിയൊക്കെ ഉള്ള കുറെ അറിവുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു സ്പെഷ്യൽ, ഒരു സ്പിരിച്വൽ, ഒരു മെച്യൂരിറ്റി എന്ന് പറയാനൊന്നും വലിയ കാര്യങ്ങളൊന്നും എന്നിലില്ല. ഞാനൊരു സാധാരണ നിലവാരത്തിലുള്ള ഒരു ആളായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ സ്പിരിച്വൽ അനുഭവങ്ങളൊന്നും ആ കാലഘട്ടത്തിലൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അങ്ങനെ ദൈവത്തിന്റെ മഹാപദ്ധതി എന്നിൽ അവശേഷിച്ചിരിക്കൊണ്ട് കർത്താവ് എന്നെ ആ അപകട മുഖത്ത് നിന്ന് വിടുവിച്ചു. പിന്നീട് പതുക്കെ ഞാൻ ആ ഒരു സിറ്റുവേഷനോട് അഡാപ്റ്റ് ആവുകയും, സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിംഗർ നഷ്ടപ്പെട്ടത് ആ സമയത്ത് ഒരു വലിയ വേദനയും ഒരു മാനസിക പ്രയാസമൊക്കെ ആയിരുന്നു. പിന്നീട് അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. പൂർണ്ണമായും ഞാൻ അവസ്ഥയിൽ നിന്നൊക്കെ മുക്തനായി. 15-ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ അരുമനാഥനെ ജലത്തിൽ സാക്ഷീകരിപ്പാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകുന്നത്. ശ്മശാനത്തെ പറ്റിയൊക്കെ കൃത്യമായ അറിവും
അതിനെ പറ്റിയുള്ള ക്ലാസ്സുകളും അതിനെ പറ്റിയുള്ള അവബോധവും ഒക്കെ എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ 15-ാം വയസ്സിൽ വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നത്. സ്നാനപ്പെട്ട അനന്തരം പിന്നീടുള്ള നാളുകളൊക്കെ കാര്യങ്ങളോ എല്ലാ ആത്മീക അനുഭവങ്ങളും ഒക്കെ നന്നായി പോയി. ദൈവസഭയോട് ചേർന്ന് എൻ്റെ സഭയോടൊക്കെ ചേർന്ന് വളരെ സന്തോഷകരമായിട്ടാണ് ഞാൻ മുൻപോട്ട് പോയത്. എന്നാൽ വർഷങ്ങൾ മുൻപോട്ട് പോയി. 10ാം ക്ലാസ് +2 ഒക്കെ കഴിഞ്ഞ് എനിക്ക് ഏകദേശം 18 വയസ്സ് ആകുന്ന സമയത്ത്, എനിക്ക് 18 വയസ്സ് പ്രായമുള്ള സമയത്ത്, അപ്പോൾ അപകടമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞു. എനിക്ക് വേറെ ക്ലേശങ്ങളൊന്നുമില്ല, ആരോഗ്യവാനാണ്. അങ്ങനെ നന്നായി കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ആ സമയത്ത് എൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ കുടുംബ വീടായിരുന്നു. അപ്പൊ എൻ്റെ പിതാവാണ് അവരുടെ കുടുംബത്തിലെ ഇളയ മകൻ. അതുകൊണ്ട് തന്നെ കുടുംബ വീടായിരുന്നു ഞങ്ങളുടേത്. ഒരു പഴയ പണ്ടത്തെ ഓടിട്ട ഒരു പഴയ വീടായിരുന്നു. ആ വീട്ടിലാണ് ഞാൻ 18 വയസ്സ് വരെ ജീവിച്ചത്. അപ്പൊ ഞങ്ങള് ആ വീട് കുറെ പഴക്കം ഉള്ളത് കൊണ്ട് തന്നെ അതിനൊത്തിരി പോരായ്മകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വീട് ഏകദേശം അതിന്റെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞു. ഇനി അത് വലിയ തരത്തിൽ മുമ്പോട്ട് പോകത്തില്ല എന്ന ഒരു സാഹചര്യം വരുമ്പോൾ എൻ്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനാണ്. ഈ ഗ്രാമപ്രദേശത്തെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പിതാവ്. എൻ്റെ മാതാവ് ഞങ്ങളുടെ അടുത്ത്, എൻ്റെ വീട് കൊല്ലം കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കശുവണ്ടി ഫാക്ടറികളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. എനിക്ക് മൂത്ത ജ്യേഷ്ഠൻ അന്ന് ഇവിടെ അടുത്ത കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പില് ഈ എക്സ്റേ വെൽഡിംഗ് ഒക്കെ പഠിച്ചിട്ട് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു പരിമിതമായ ഒരു ഗ്രാമീണ അന്തരീക്ഷം. അത് നമ്മുടെ ജീവിതാന്തരീക്ഷത്തിൽ നമുക്ക് പരിമിതമൊന്നും അല്ല. ഇന്നിപ്പോ നമ്മളത് പറയുമ്പോൾ പരിമിതം എന്നൊക്കെ പറയുന്നെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ സാധാരണ നിലയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബാന്തരീക്ഷം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആ പഴയ വീട് ഇങ്ങനെ ഒരു പരിമിതമായ സാഹചര്യമാണ്, അതിങ്ങനെ പൊളിഞ്ഞു വീഴാറൊക്കെ ആയിരിക്കുക. അതുകൊണ്ട് ഞങ്ങള് അന്ന് പഞ്ചായത്തിന്റെ ഒരു ചെറിയ സഹായം ഞങ്ങൾക്ക് ലഭിക്കുകയും അങ്ങനെ ഞങ്ങളുടെ ആ വീട് പൂർണ്ണമായിട്ട് ഞങ്ങള് അത് പൊളിച്ചു മാറ്റി പുതിയ ഒരു വീട് അതേ വീട് നിന്ന സ്ഥലത്ത് തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഞങ്ങൾ ഒരു ചെറിയ ഷെഡൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ഞങ്ങളുടെ താൽക്കാലിക താമസമൊക്കെ മാറ്റി പുതിയ വീടിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ ഒരു സിംഹഭാഗ പ്രവൃത്തികളും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് നന്നായിട്ട് ഈ തരത്തിലുള്ള പണികളൊക്കെ അറിയാവുന്ന ആളാണ്. ഞങ്ങൾക്കും കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഞങ്ങളാൽ തന്നെ പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെ അതിന്റെ പ്രവൃത്തികൾ, അതിന്റെ അടിസ്ഥാനത്തിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് അതിന് ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് എൻ്റെ ഈ വലത് കാലിന്റെ മുട്ടിന് കുറച്ച് താഴ്വശത്തായിട്ട് ഒരു ചെറിയ ഗ്രോത്ത് ഇങ്ങനെ വളർന്ന് ആദ്യം ഒരു ചെറിയൊരു അരിമ്പാറ പോലെ ചെറുതായിട്ട് ഇങ്ങനെ മുഴച്ചു വന്നു. പിന്നീട് അതൊരു ഹാർഡ് മസിലായിട്ട് തന്നെ കാലിന്റെ മുൻവശത്ത്, നമ്മുടെ കൊതുമ്പല്ലെന്ന് പറയും, നമ്മുടെ ടിബിയ എന്ന് പറയുന്ന കാലിന്റെ മുൻവശത്ത് അസ്ഥി കുറവുള്ള ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി മാംസം കുറവുള്ള ആ ഭാഗത്തു നിന്ന് അതിങ്ങനെ പൊങ്ങി വളർന്ന് വന്ന് ഇങ്ങനെ ഒരു നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തില് ഈ വീട് പണിയുന്ന സമയത്ത് അത്രയും വലിപ്പം എൻ്റെ കാലിൽ ആ മുഴയ്ക്കുണ്ടായിരുന്നു. ഞങ്ങൾ അതിനെ ഒത്തിരി ഓവർ കെയറോ അതിനെപ്പറ്റി ഒത്തിരി ആശങ്കാകുലരോ ഒന്നും ആയിട്ടില്ല. അന്നത്തെ ഒരു ഗ്രാമീണ അന്തരീക്ഷം, ഒരു ജീവിത സാഹചര്യമൊക്കെ കൊണ്ട് ഇതിന് വലിയൊരു ശ്രദ്ധയൊന്നും കൊടുത്തിട്ടില്ല. മാത്രമല്ല എനിക്കത് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ അത് അങ്ങനെ പോയി. എന്നാൽ ഈ വീട് പണിയോടുള്ള ബന്ധത്തിൽ കുറെ ജോലികളൊക്കെ ചെയ്തപ്പോ എൻ്റെ ഈ മുഴയുള്ള ഇടത് കാലിനേക്കാൾ മുമ്പേ ഒരു ചെറിയ ടയേർഡാകുന്നതായിട്ട്, അതിങ്ങനെ കഴയ്ക്കുന്നതായിട്ടൊക്കെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് അതിനെപ്പറ്റി പറയുകയും ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മ അന്ന് ഈ കശുവണ്ടി ഫാക്ടറി പോകുന്നതുകൊണ്ട് ESI ആനുകൂല്യം അമ്മയ്ക്ക് ലഭ്യമായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് 18 വയസ്സ് തികയാനായിട്ട് ഏതാണ്ട് 1-2 ആഴ്ചയും കൂടെ സമയമുള്ളൂ. അപ്പം ഇപ്പോഴും ആ നിയമമുണ്ട്. ESIയില് ആൺമക്കൾക്ക് 18 വയസ്സ് വരെ ചികിത്സ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അപ്പൊ അന്ന് ഒരു 2 ആഴ്ചയും കൂടെ സമയമുള്ളത് കൊണ്ട് എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് ESI ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചാൽ അത് ആ ചെറിയൊരു മുഴ അതങ്ങ് എടുത്ത് കളയാം, അന്നേരം ആകുമ്പോൾ ശസ്ത്രക്രിയക്ക് പൈസ ഒന്നും വേണ്ടല്ലോ. അങ്ങനെ ഒരു ചിന്തയില് ഞങ്ങള് തൊട്ടടുത്തുള്ള എഴുകോൺ ESI ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു സർജനെ കാണിക്കുകയും അദ്ദേഹം അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്ത് 2-3 ദിവസം ഞാൻ അവിടെ കിടന്നു. ഒരു ചെറിയ ശസ്ത്രക്രിയ ചെയ്ത് ആ മുഴ റിമൂവ് ചെയ്ത് മാറ്റി. അതങ്ങനെ മാറ്റി കഴിഞ്ഞ്
എനിക്ക് എന്റെ ബുദ്ധിമുട്ട് മാറിയതുപോലൊക്കെ അനുഭവപ്പെട്ടു. ഞാൻ വളരെ ആശ്വാസത്തോടും സന്തോഷത്തോടും കൂടെയൊക്കെ തിരിച്ച് വീട്ടിൽ പോയിരുന്നു. ഞങ്ങള് പിന്നെ വീട് പണിയുടെ മറ്റു കാര്യങ്ങളിലൊക്കെ എന്റെ പ്രിയപ്പെട്ടവരൊക്കെ എൻഗേജ്ഡ് ആയി. ഞാൻ ഈ കാല് സർജറി ചെയ്തുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഈ ആശുപത്രിയിൽ നിന്ന് ഞങ്ങളെ അവിടെ വരെ ചെല്ലണം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. അങ്ങനെ പെട്ടെന്ന് ഞാനും എൻ്റെ മാതാവും കൂടെ ഒരു ദിവസം ഡോക്ടർ വിളിപ്പിച്ചതനുസരിച്ച് ഈ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ ഞങ്ങളെ അടുത്തേക്ക് വിളിച്ച് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞു. മോന്റെ കാലേന്നെടുത്ത മുഴയ്ക്കകത്ത് മുഴയുടെ ആ ഒരു ഭാഗം ഞങ്ങൾ ഒരു പരിശോധനയ്ക്ക് വിട്ടിരുന്നു. അതിന്റെ പരിശോധനാ റിസൾട്ടിൽ ചില അപാകതകൾ കാണുന്നുണ്ട്, അപകടകരമായ ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തുള്ള റീജിയണൽ ക്യാൻസർ സെന്ററുമായിട്ട് ബന്ധപ്പെടണം എന്ന് അവര് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞാനിത് കേട്ടപ്പോ വല്ലാതെ ഞെട്ടിപ്പോയി. എൻ്റെ അമ്മ അതിനേക്കാൾ ആശങ്കപ്പെട്ടു, കരയാൻ തുടങ്ങി. കാരണം അന്ന് വരെ ഞാന് മനുഷ്യന്റെ കയ്യിലും കാലിലും ഒക്കെ ക്യാൻസർ വരുമെന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. ഈവൻ ഞാൻ ഇന്ന് പലയിടങ്ങളിൽ പോയി അനുഭവ സാക്ഷിയൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും ആദ്യമായിട്ടാണ് കയ്യെ ക്യാൻസർ വരുന്നത് അല്ലെ കാലേ ക്യാൻസർ വരുന്നു എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണെന്ന് ചിലരെങ്കിലും ഒക്കെ എന്നോട് ഇപ്പോഴും പറയാറുണ്ട്. അപ്പൊ അന്ന് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഞങ്ങൾ വളരെ ആശങ്കയോടെ ഭയചകിതരായി ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ വളരെ വേദനയോടെ ഞങ്ങൾ തിരിച്ചു വന്നു. പെട്ടെന്ന് എൻ്റെ സഭയിലെ പാസ്റ്ററും പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ ബന്ധുമിത്രാദികളും എല്ലാവരും വന്നു കൂടി ഈ വിവരം അറിഞ്ഞ് ഭവനത്തിന്റെ ആ അടിസ്ഥാനത്തിന്റെ പ്രവൃത്തികൾ ഏർപ്പെട്ടിരുന്ന എൻ്റെ പിതാവും സഹോദരനും പെട്ടെന്ന് ആ പണിയുടെ പ്രവൃത്തികളൊക്കെ ഞങ്ങൾ നിർത്തിവെച്ചു. വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒത്തിരി പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ RCCയിലേക്ക് ഞങ്ങള് പുനഃപരിശോധനയ്ക്ക് വേണ്ടി അവർ നിർദ്ദേശിച്ചനുസരിച്ച് കടന്നുപോയി. അപ്പോൾ പോകുമ്പോൾ അവിടുത്തെ ലാബിൽ നിന്ന് ഈ ചെയ്ത ഹോസ്പിറ്റലിലെ അവരുടെ ലാബിൽ നിന്ന് അവരൊരു സ്പെസിമെൻ ഒരു ബോട്ടിലിനകത്താക്കി ഈ മുഴയുടെ ഒരു ഭാഗം പുനഃപരിശോധനയ്ക്ക് വേണ്ടി അതിന്റെ പേപ്പേഴ്സ് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നു വിട്ടു. അങ്ങനെ RCCയിലെ പത്തോളജി ലാബിൽ ഞങ്ങൾ ചെന്ന് ഈ പരിശോധനയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കുകയും അവിടുത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആണ് അവർ തന്നത്. അവർ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾ വരിക, അതിന്റെ പരിശോധനകൾ ഞങ്ങൾ ഇവിടെ നടത്തി മറ്റു കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ആ സമയങ്ങളിലൊക്കെ അണമുറിയാത്ത പ്രാർത്ഥനയും നിലവിളിയും ഒക്കെ ഒത്തിരി ഉയർന്നു. വലിയ പ്രതീക്ഷയില്ല. എപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം ഒരു അത്ഭുതം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറ്. ദൈവമേ ക്ലേശിപ്പിക്കല്ലേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും. അങ്ങനെ ഞങ്ങളും പ്രാർത്ഥിച്ചു. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അല്പം നിരാശ ഉളവാക്കുന്ന ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ എന്ന് പറയുന്ന ഭീകരമായ മാരകമായ ക്യാൻസർ രോഗമാണ് എൻ്റെ കാലയിൽ ബാധിച്ചിരിക്കുന്നത് എന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചു. അങ്ങനെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ RCCയിലെ ഡോക്ടർമാര് തുടർന്നുള്ള ചികിത്സകൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം, കുട്ടിക്ക് ഉടനെ തന്നെ ഒരു ശസ്ത്രക്രിയ ഇവിടെ ആവശ്യമാണ്, ഈ കാല് ഒരിക്കൽ കൂടെ ശസ്ത്രക്രിയ നടത്തണമെന്ന് RCCയിലെ ഡോക്ടർമാർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ തുടർന്നുള്ള ദിവസങ്ങളിൽ പിന്നീട് RCCയിലേക്കുള്ള ചികിത്സകളും മറ്റുമൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാന് ലോകം ഇന്നും ഭയത്തോടെ കാണുന്ന ക്യാൻസർ എന്ന മാരക രോഗത്തിന് അടിമയായി തീർന്നു. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിന്റെ യാത്രകൾ ഒത്തിരി ദുസ്സഹമായിരുന്നു, വേദനാജനകമായിരുന്നു. 18ാം വയസ്സിൽ ഞാൻ ഈ മാരക രോഗത്തിന് അടിമയായി. RCCയിൽ എൻ്റെ കാലിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അതിന്റെ പരിശോധനാ ഫലത്തിലും കൃത്യമായ രോഗത്തിന്റെ മനസ്സിലാക്കലുകൾ നടത്തിയതിന്റെ വെളിച്ചത്തിൽ തുടർന്നുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി ഡോക്ടർമാർ ഞങ്ങളോട് ആവശ്യപ്പെടുകയും 28 പ്രാവശ്യം എൻ്റെ വലത് കാലിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുവാനിടയായി. പിന്നീട് 6 പ്രാവശ്യം എൻ്റെ ശരീരം മുഴുവൻ കീമോതെറാപ്പി ട്രീറ്റ്മെന്റിന് വിധേയമായി. ഇത് പറയുമ്പോൾ ഒരു നിമിഷം കൊണ്ട് അങ്ങ് തീരുമെങ്കിലും ചെയ്യാൻ ഒരു 1.5 വർഷത്തോളം സമയം എടുത്തു. ഈ ശസ്ത്രക്രിയകളും റേഡിയേഷനും കീമോയും ഒക്കെ ആയിട്ട്
RCCയിൽ ഏകദേശം ഒരു 1.5 വർഷത്തോളം എനിക്ക് കഴിച്ചു കൂട്ടേണ്ടി വന്നു. 18-ാമത്തെ വയസ്സിൽ മാരക രോഗവുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. അത് ഏകദേശം 19.5 വയസ്സുവരെ അത് നീണ്ടുനിന്നു. ഈ 1.5 വർഷത്തെ RCC ഹോസ്പിറ്റലിലെ മായി ബന്ധപ്പെട്ട അവിടുത്തെ രോഗി എന്ന നിലയിലുള്ള എൻ്റെ ജീവിതയാത്രയിൽ ഒത്തിരി ദുസ്സഹമായ, വേദനിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ട്. നമ്മുടെ സമയം പരിമിതമല്ലാത്തത് കൊണ്ട് അല്പം ഒത്തിരി അങ്ങ് പറയാതെ, എന്നാൽ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുവാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. ആദ്യം ചെയ്തത് റേഡിയേഷനാണ്. റേഡിയേഷൻ ഒത്തിരി വേദനാജനകമായ ഒരു അനുഭവമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം കാലയിലായിരുന്നു റേഡിയേഷന്റെ ചികിത്സകൾ ചെയ്തിരുന്നത്. അങ്ങനെ ആ റേഡിയേഷൻ ചെയ്യുന്ന ഭാഗത്ത് മാത്രം ചില കളർ വ്യത്യാസങ്ങളും ഒക്കെ വരുന്നു എന്നല്ലാതെ എനിക്ക് അവിടെ ഒരു പെയിൻഫുൾ അനുഭവം ഒന്നും ഒത്തിരി ഉണ്ടായിട്ടില്ല. എന്നാൽ കീമോതെറാപ്പി അങ്ങനല്ല. കീമോ വളരെ വേദനാജനകമായ അനുഭവങ്ങളാണ് എനിക്ക് സമ്മാനിച്ചത്. അന്ന് എൻ്റെ വീട്ടിലെ, ഞാൻ പറഞ്ഞുവല്ലോ, ആ വീട്, ഞങ്ങൾ താമസിച്ചിരുന്ന വീട് പൊളിച്ചൊരു താൽക്കാലിക ഷെഡ് ഉണ്ടാക്കി അതിന്റെ ഒരു സാഹചര്യത്തിലായിരുന്നുകൊണ്ട് ഒത്തിരി പരിമിതികളായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവിന്റെ സഹോദരിയുടെ ഭവനം, അവര് കുടുംബമായ അങ്കമാലി എന്ന് പറയുന്ന, എറണാകുളം ജില്ലയിൽ അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന കൊണ്ട് അവിടെയൊക്കെ പല ദിവസങ്ങളിൽ ഈ കീമോയുടെ പീരീഡിലൊക്കെ എനിക്ക് അവിടെ പോയി താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെയാണ്. എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഒത്തിരി പരിമിതമായി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആ കാലഘട്ടത്തിൽ എനിക്കുണ്ട്. അന്ന് ഏറ്റവും കീമോയുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു കീമോ ചെയ്താൽ ഏകദേശം 20 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത കീമോ ചെയ്യുന്നത്. ഒറ്റ കീമോ കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. അണമുറിയാത്ത ഛർദിലാണ്, വൊമിറ്റിങ്, നിർത്താത്ത വൊമിറ്റിങ്, കുടല് പുറത്തു വരുന്ന തരത്തിലുള്ള വൊമിറ്റിങ്. നമുക്കറിയാം, ഒരു ചെറിയ ഡയറിയ, ഒരു ചെറിയ ഒരു വയറിളക്കമോ ഛർദിയോ ഒക്കെ വന്നാൽ 2ഓ 3ഓ പ്രാവശ്യം ഛർദിച്ചാൽ തന്നെ നമ്മളെ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും ഒന്ന് കുടുങ്ങും. എന്നാൽ ഇത്തരത്തിലുള്ള ഈ അനുഭവത്തിൽ അണമുറിയാത്ത വൊമിറ്റിങ് ഒരാഴ്ച, ഒരു വലിയ ബക്കറ്റ് ഇങ്ങനെ അടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം എഴുന്നേറ്റ് പോയി ഛർദിക്കാനൊന്നുള്ള സമയം കിട്ടത്തില്ല, അതിനുള്ള കെൽപ്പും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം, ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ വേദനാജനകമായ അനുഭവങ്ങളായിരുന്നു എനിക്ക് കീമോതെറാപ്പിയോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 18 വയസ്സെന്ന് പറയുമ്പോൾ ഒത്തിരി ചാബല്യമുള്ള, ഒത്തിരി എന്താ പറയുന്നത്, ഒത്തിരി മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള, ഒത്തിരി പരിമിതമായ, ഒത്തിരി ചാബല്യങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ കുറച്ചൊക്കെ ചിരി വരാറുണ്ട്. എങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ അതിനെയൊക്കെ ടാക്കിൾ ചെയ്യുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള ഒരു ഘട്ടമായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ ഈ തലമുടിയൊക്കെ, കീമോയുടെ എഫക്റ്റ് കാരണം തലമുടിയൊക്കെ കൊഴിഞ്ഞു. തലമുടി മാത്രമല്ല, അന്ന് ഈ 18 വയസ്സെന്ന് പറയുമ്പോൾ ഈ പൊടിമീശയൊക്കെ വരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഈ പൊടിമീശയൊക്കെ പൊഴിഞ്ഞ് ഈ പുരുകമൊക്കെ അങ്ങ് പോകും. മൊത്തത്തില് നമ്മുടെ ശരീരത്തിലെ രോമങ്ങളെല്ലാം കൊഴിഞ്ഞ് പോവുകയും, അങ്ങനെ വളരെ വേദനാജനകമായ ഒരു വളരെ എന്താ പറയുക, ഞാനൊരു ഡിപ്രസീവ് മെന്റാലിറ്റിയിലേക്ക് എൻ്റെ മാനസികാവസ്ഥ പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി ഇറിറ്റേറ്റഡ് ആയിരുന്നു, ഞാൻ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അതുപോലെ ഈ കീമോയുടെ കരിവാളിപ്പ്, ഈ ക്യാൻസറിന്റെ കരിവാളിപ്പൊക്കെ നമ്മുടെ ശരീരത്തെ ബാധിക്കുമ്പോൾ ശരീരമാസകലം കറുത്ത്, കൈയുടെ കൈപ്പത്തിയുടെ ഭാഗമൊക്കെ അകത്ത്, ഈ കൈയുടെ പാം ഏരിയ ഒക്കെ പൊതുവെ വെളുത്തിരിക്കുന്ന ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് കറുത്ത്, അതുപോലെ ഈ നഖത്തിന്റെ ഭാഗങ്ങളൊക്കെ വളരെ എന്താ പറയുക, ബ്ലാക്ക് ആയിട്ട് നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. സ്വന്തം കൈകൊണ്ട് ആഹാരം വാരി കഴിക്കാൻ പോലും ഒരു മടി തോന്നുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാൽ ആത്മീയമായ ഒരു കാര്യം പറഞ്ഞാല്, അന്ന് ഞാൻ എന്റെ കോൺഫിഡൻസ് ഇങ്ങനെ നഷ്ടപ്പെട്ട്, എന്റെ വിശ്വാസമൊക്കെ ഇങ്ങനെ താഴോട്ട് പോവുകയായിരുന്നു. കാരണം RCCയിലെ രോഗിയായി തീരുക എന്ന് പറയുന്നത് തന്നെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവം. അതിന്റെ അവിടുത്തെ ആ എൻട്രൻസ് കാണുമ്പോഴേ, ആ പേര് കാണുമ്പോഴേ നമ്മുടെ അകത്ത്, നാടൻ ഭാഷയെ പറഞ്ഞ അഹവാള് വെട്ടുക എന്നൊക്കെ പറയും, ആകപ്പാടൊരു പേടിയ. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. കൂടെ ചികിത്സിക്കുന്ന ഒരുപാട് രോഗികളെ ദിവസേന കാണുക, അവരുടെ സാഹചര്യങ്ങള്, നമ്മുടെ പരസ്പരം ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ മാസ്കും ഒക്കെ വെച്ച്
അവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ നമ്മളെ ഒത്തിരി ബാധിക്കും. അങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ ഒക്കെ പോകുമ്പോൾ എന്റെ കോൺഫിഡൻസ് ദിനം പ്രതി താഴോട്ട് പോയിക്കൊണ്ടിരുന്നു. കൂടെ ചികിത്സിച്ച രോഗികളുടെ മരണവാർത്തകളൊക്കെ ചെവിയിലെത്തുമ്പോൾ വല്ലാതെ അതെന്നെ തകർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ആ ആശുപത്രിയിൽ ചികിത്സാർത്ഥം പരിചയപ്പെട്ട ഒരു ദൈവദാസനും കുടുംബവും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്ക് എൻ്റെ പിതാവിന്റെ സഹോദരിയുടെ ഭവനത്തിൽ അങ്കമാലിയിൽ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് അവർക്ക് പരിചയമുള്ള ഒരു ദൈവദാസനും കുടുംബവുമായിരുന്നു. അദ്ദേഹവുമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഈ ചികിത്സയുടെ ഭാഗമായിട്ടാണ്. കാരണം RCCയിൽ അവര് ചികിത്സയ്ക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒരുമിച്ച് ഒരേ റൂമിലൊക്കെ ഷെയർ ചെയ്ത് താമസിച്ചിട്ടുണ്ട്. ഈ അതിന്റെ വാതിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അന്ന് അദ്ദേഹം ഒത്തിരി പരിമിതികളുള്ള ഒരു കർത്താവിന്റെ ദാസനായിരുന്നു. പക്ഷെ ആ ദൈവദാസൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവളും എന്നോട് വളരെ കോൺഫിഡന്റ് ആയിട്ടൊക്കെ സംസാരിക്കുകയും, അവർ ദൈവമക്കളായതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി പ്രത്യേകിച്ച് ഒരു ദൈവമക്കൾ ഇൻ ദ സെൻസ് അവര് ശുശ്രൂഷകരായതുകൊണ്ട് കർത്താവിന്റെ ദാസനും ദാസിയൊക്കെ ആയതുകൊണ്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് എന്നോട് സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒത്തിരി സാമ്യതകളുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ദൈവദാസന്റെ ഭാര്യയ്ക്ക് എനിക്ക് വന്ന അതേ രോഗം തന്നെയാണ്, അതേ ഡയഗ്നോസിസ് തന്നെയായിരുന്നു. മറ്റൊരു കാര്യം, അവരുടെയും കാലയിലാണ് അസുഖം. ഒറ്റ വ്യത്യാസം മാത്രമേ, എന്റെ മുട്ടിന് താഴ്വശത്തായിരുന്നു, ആ ദൈവദാസിയുടെ മുട്ടിന് കുറച്ച് മോൾ വശത്തായിരുന്നു. അവർക്ക് എനിക്കന്ന് 18 വയസ്സുള്ളപ്പോൾ ആ ദൈവദാസിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 28 വയസ്സോളം പ്രായം ഉണ്ടായിരുന്നു. 2 പെൺകുഞ്ഞുങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 4ഉം 6ഉം വയസ്സുള്ള 2 കൊച്ചു പെൺകുഞ്ഞുങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോ ഇവരിങ്ങനെ വളരെ കോൺഫിഡന്റ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ എന്റെ ഉള്ളുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്, ഈ ദൈവദാസനും ഭാര്യയൊക്കെ എത്ര വിശ്വാസമുള്ള മനുഷ്യരാ, എത്ര നല്ല വചനങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഈ പ്രിയപ്പെട്ടവൾക്ക് സൗഖ്യം വരും ഉറപ്പായും, ആ കൂട്ടത്തിൽ എന്നെയും കർത്താവ് സൗഖ്യമാക്കും. ഇങ്ങനെ എന്റെ പരിമിതമായ അപക്വമായ ഒരു ചിന്താഗതിയിൽ ഞാൻ ഇങ്ങനെ രമിച്ച് അതിനകത്ത് ഒരാശ്വാസം കണ്ടെത്തി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കൽ എന്റെ 4ാമത്തെ കീമോയുടെ സമയത്ത് ഈ കർത്താവിന്റെ ദാസന്റെ ഭാര്യ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ ദൈവദാസിയുടെ വേർപാട് എന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ, അവരുമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല, എന്നാൽ ആത്മീകമായ ഒരു ചിന്താഗതി എന്റെ മനസ്സിലുണ്ടായിരുന്നത്, ആ ദൈവദാസനൊക്കെ ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നവരായോണ്ട് അവർക്ക് പൂർണ്ണമായും സൗഖ്യം വരും എന്ന ചിന്തയെ തകിടം മറിച്ചുകൊണ്ടാണ് ഈ ദൈവദാസിയുടെ വിയോഗം ഉണ്ടാകുന്നത്. ഇതെന്നെ മാനസികമായിട്ട് വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഈ ദൈവദാസന്റെ കണ്ണുനീര് ഞാൻ കണ്ടു. അപ്പൊ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, കർത്താവെ, എന്നേക്കാൾ കൂടുതൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടായിരുന്ന, അഥവാ ജീവിക്കേണ്ടിയിരുന്ന ആവശ്യമുണ്ടായിരുന്നവരാണ് ആ പ്രിയപ്പെട്ടവർ. പ്രത്യേകിച്ച് അവർക്ക് 2 പെൺകുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, നിരാലംബരായ കുഞ്ഞുങ്ങൾ, അവരെ പറ്റിയൊക്കെ ഉള്ള ഈ ചിന്തകൾ എന്റെ മനസ്സിൽ വന്നപ്പോൾ ഞാന് അങ്ങനൊന്നും ഉള്ള ഒരു സാഹചര്യത്തിലുള്ള ആളല്ലല്ലോ എന്ന ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്, അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, അവര് പോയി, അപ്പൊ ഇനി ഞാനും അധികം മുമ്പോട്ട് പോകത്തില്ല. ഇതെന്റെ ചിന്ത എന്നെ വല്ലാതെ ഭരിക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ എന്റെ അകത്ത് ഒരു സൂയിസൈഡൽ ടെൻഡൻസി പിശാച് കൊണ്ടുവന്ന് വിതയ്ക്കാൻ തുടങ്ങി. കാരണം ഞാൻ ചിന്തിക്കുന്നത്, എത്ര കീമോ ചെയ്തെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും പതുക്കെ പതുക്കെ മരണത്തിലേക്കാണ് ക്യാൻസർ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ ഒരു മടങ്ങിവരവ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അവര് പോയെങ്കിൽ ഞാനും വലിയ താമസമില്ലാതെ പോകും. എന്റെ മാതാപിതാക്കൾക്ക് ഒത്തിരി എന്നെ സ്പിരിച്വലി എക്യൂപ്പ് ചെയ്യാനുള്ള ആത്മീക അറിവോ ആത്മീക വലിയ അനുഭവങ്ങളോ ഒന്നും ഉള്ളവരല്ല. അവർ സാധാരണക്കാരാണ്, നാട്ടുപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അങ്ങനെയുള്ള തരത്തിലൊരു വലിയ എക്യൂപ്മെന്റ്, ഒരു സ്പിരിച്വൽ ഒരു ധൈര്യപ്പെടുത്തലൊന്നും ഒത്തിരി ലഭിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഞാൻ വല്ലാതെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാന് മറ്റുള്ളവരുടെയൊക്കെ നിർബന്ധം പേറിയാണെങ്കിലും ഞാൻ ആ മീറ്റിങ്ങില് ഇങ്ങനെ പോയിരുന്നു. അവിടെ പോയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് ശുശ്രൂഷിക്കാനായിട്ട് വന്ന ഒരു കർത്താവിന്റെ ദാസൻ. അപ്പൊ ഞാനിങ്ങനെ മാസ്കും മങ്കി ക്യാപ്പും ഒക്കെ വെച്ച്, മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മങ്കി ക്യാപ്പും ഒക്കെ വെച്ച് മാസ്കും ഒക്കെ വെച്ച് ഇങ്ങനെ ഒരു സൈഡിൽ പോയി ഇങ്ങനെ കൂടി ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഏറ്റവും പുറകിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരുന്നു.
അന്ന് അവിടെ വന്ന് ദൈവവചനം ശുശ്രൂഷിച്ച ഒരു കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തിൽ കൂടെ ചില വാക്കുകൾ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. നിനക്ക് മുമ്പേ പോയവരുടെ ചില ചരിത്രങ്ങൾ കണ്ടിട്ട്, അവര് പോയ വഴി കണ്ടിട്ട്, അവരുടെ സാഹചര്യങ്ങൾ കണ്ടിട്ട്, നിന്നേക്കാൾ ശക്തരായവർ പോയെടുത്ത് നിനക്കിനി നിൽക്കാൻ കഴിയത്തില്ല, നീയും ഉടനെ ഇങ്ങനെ തന്നെ പോകും എന്നൊക്കെയാണ് നീ ചിന്തിച്ചിരിക്കുന്നെങ്കിൽ നിനക്ക് തെറ്റി. എന്നാ പിന്നെ അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയാം എന്നൊക്കെയാണ് നിന്റെ അകത്ത് പിശാച് കൊണ്ട് ചിന്തിപ്പിക്കും. ഇങ്ങനൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ദാറ്റ് പേഴ്സൺ ഈസ് എക്സാക്ട്ലി റീഡിങ് മൈ മൈൻഡ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്റെ തലയെ കൈവച്ചില്ല, എന്റെ പേര് പറഞ്ഞില്ല, എന്നോടായിട്ടൊരു ആലോചനയൊന്നുമല്ല പറഞ്ഞത്. പക്ഷെ ആ അദ്ദേഹത്തിൽ കൂടെ ദൈവാത്മാവ് കൃത്യമായിട്ട് എന്നോട് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദിസ് ഈസ് ഗോഡ് സ്പിരിറ്റ്, ഇത് ദൈവത്തിന്റെ ആത്മാവാണ്. കാരണം ആ വന്ന വ്യക്തിക്ക് എന്നെ പറ്റി ഒന്നും അറിയത്തില്ല, ഞാൻ അദ്ദേഹവുമായിട്ട് യാതൊരു പേഴ്സണൽ പരിചയവുമില്ല. ഞാൻ ഈ മീറ്റിംഗിൽ ചെല്ലുമെന്ന് അന്നത്തെ അവിടുത്തെ ശുശ്രൂഷകനായ ദൈവദാസൻ അറിയത്തില്ല. സ്തോത്രം. ഞാൻ അവിടെ പോയി പമ്മി അങ്ങനെ ഒതുങ്ങിയിരിക്കത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു മാനുഷിക ഇടപെടൽ ഇല്ല എന്ന് 100% എനിക്ക് ഷുവറാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, നഷ്ടപ്പെട്ടു പോയ എന്റെ വിശ്വാസം ആ പ്രവചന ശബ്ദം കേട്ടപ്പോ തന്നെ എന്റെ അകത്ത് റീഗെയിൻ ചെയ്തു. എന്റെ അകത്ത് അത് പുനർജനിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, ഞാൻ സേവിച്ച ദൈവം ജീവനുള്ളവനാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഏത് സാഹചര്യത്തിൽ നിന്നും വ്യത്യാസം വരുത്താൻ കഴിയുന്ന ദൈവം ജീവിക്കുന്നു. ഒരു സിറ്റുവേഷൻ അല്ല, ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും വ്യക്തമായ പദ്ധതികളുണ്ട് എന്ന് എനിക്ക് വലിയ തിരിച്ചറിവ് എന്റെ അകത്തുണ്ടായി. പക്ഷെ ഞാൻ പറയട്ടെ, ആ മീറ്റിംഗിൽ ഇരുന്നൊരു സ്വോത്രം പോലും ഞാൻ പറഞ്ഞില്ല. ഞാൻ കുനിഞ്ഞിങ്ങനെ അനങ്ങാതിരിക്കുമ്പോഴും എന്റെ അകത്ത് ഭയങ്കര പ്രേരണ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് തുള്ളിച്ചാടാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ അനങ്ങാതെ അവിടെ ഇരുന്നു. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേറ്റ് വീട്ടിൽ പോയി. എനിക്ക് പൊട്ടിക്കരയാനൊക്കെ തോന്നി, എങ്കിലും ഞാൻ അനങ്ങിയില്ല. അന്ന് വീട്ടിൽ പോയിട്ട് ഈ ചാബല്യങ്ങളും പരിമിതികളും ഫ്രസ്ട്രേഷനും ഒക്കെ ഉള്ള എനിക്ക്, ഞാൻ ഒത്തിരി ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനോ അങ്ങനെയൊന്നും അല്ല ആ കാലഘട്ടത്തിലൊന്നും. എന്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ നിർബന്ധം മൂലം വല്ലപ്പോഴും ഞാൻ ബൈബിൾ പോലും എടുത്തു വെച്ച് വായിക്കാറ്. സ്തോത്രം. അങ്ങനെ ഒരു, കാരണം ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നതിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവത്തിൽ അന്ന് രാത്രി ആ സന്ധ്യയ്ക്ക് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന്റെ ഒരു രാത്രിയായി തീർന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ദൈവത്തോട് ഒത്തിരി കടപ്പാടുണ്ട്. ആ ദൈവദാസന്റെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളിൽ കൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ആ ദൈവശബ്ദത്തിൽ കൂടെ എന്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയ എന്നോ എവിടോ മാതാപിതാക്കളും ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും എന്റെ അകത്തേക്ക് പകർന്നു തന്ന ആ ദൈവവിശ്വാസത്തിന്റെ കണിക ജീവിത പ്രതിസന്ധികളിൽ ഞാൻ ഉഴന്നു പോയപ്പോ നഷ്ടപ്പെട്ടു പോയ ആ വിശ്വാസം ആ ഒരൊറ്റ ദൈവശബ്ദത്താൽ എന്റെ അകത്തേക്ക് മടങ്ങി വരാനിടയായി. അന്ന് രാത്രി എന്റെ അകത്ത് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുക. ദൈവസന്നിധിയിൽ ഇരുന്ന് എനിക്ക് എന്തോ എന്റെ അകത്തൊരു വലിയ മാറ്റം സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായി. അന്ന് രാത്രിയില് വേറൊരു മനുഷ്യനും അറിയാത്ത, വേറെ ആരും എന്റെ അടുത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ, ഒരു പരിമിതമായ സാഹചര്യത്തിനകത്ത് ഇരുന്നാണ് ഞാൻ ആത്മനിറവ് പ്രാപിക്കുന്നത്. ഞാൻ അതിനെ ആത്മനിറവെന്ന് തന്നെ പറയും. കാരണം ഈ നമ്മൾ പൊതുവെ ആത്മാഭിഷേകം എന്നാണ് അതിനെ വ്യാഖ്യാനിക്കുക. ആത്മാഭിഷേകം എന്ന് പറയുന്നത് എന്റെ മനസ്സിലാക്കലിൽ ശരിക്കും നമ്മളെ ചില പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ദൈവാത്മാവ് നമ്മുടെ മേൽ തരുന്നൊരു നിയോഗമാണ് ശരിക്കും അഭിഷേകം എന്ന് പറയുന്നത്. ഇപ്പൊ ദാവീദിനെ ദൈവം ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം രാജാവാകാനുള്ള ഒരു നിയോഗം ആ ദൈവദാസന്റെ മേലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ആ രാജാവാകാനുള്ള ഒരു പ്രത്യേക താലന്തും ദൈവകൃപയൊക്കെ കർത്താവ് കൊടുക്കും. അതിനെ നമുക്ക് അഭിഷേകം എന്ന് വിളിക്കാം. പക്ഷെ ആത്മനിറവെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പ്രാപിച്ചിരിക്കണം എന്നുള്ളത് ദൈവവചനത്തിന്റെ ഒരു വ്യവസ്ഥയാണ്. അത് ദൈവവചന യാഥാർത്ഥ്യമാണ്. മർക്കോസിന്റെ മാളിക മുറിയിൽ 120-ലധികം പേർ ഇരിക്കുമ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി സംസാരിച്ചു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പൊ ആ ആത്മസാന്നിധ്യം അന്ന് രാത്രിയില് ഈ ബലഹീനനും വിശ്വാസം നഷ്ടപ്പെട്ടു പോയവനും ഒക്കെ ആയിരുന്ന, പരിമിതനായ, ഒത്തിരി ന്യൂനതകളും കുറവുകളും ഒക്കെയുള്ള ഏറ്റവും എളിയവനായ ഈ എന്റെ ജീവിതത്തിലേക്ക് ആ രാത്രിയിൽ വന്നിറങ്ങുവാനിടയായി.
അന്ന് ആത്മനിറവ് എന്റെ അകത്ത് സംഭവിച്ചപ്പോൾ എനിക്കുണ്ടായത്, ഞാൻ എന്തൊക്കെയോ ചില വാക്കുകളൊക്കെ ഉരുവിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങി. അതിന് ഈ അസുഖം വന്ന ശേഷം ആദ്യമായിട്ടാണ് ഒരു ദിവസം ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. മരണത്തിന്റെ ഭയം, മരണഭീതി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മരണഭീതി എന്ന് പറയുന്നത്. അന്ന് രാത്രി എന്നിൽ സംഭവിച്ച ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറയുന്നത് ക്യാൻസർ സൗഖ്യമായതല്ല. അന്ന് രാത്രി എന്നിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് എന്റെ അകത്ത് നിന്ന് മരണഭയത്തെ ദൈവത്തിന്റെ ആത്മാവ് അവസാനിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കായി ഈ വീഡിയോയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ, ഏതെങ്കിലും പ്രശ്നങ്ങൾക്കകത്ത് അകപ്പെട്ട്, അത് ശാരീരികമോ മാനസികമോ കുടുംബപരമായതോ കുടുംബ ബന്ധങ്ങൾക്കകത്തോ, ജീവിതത്തിന്റെ ഏത് മേഖല, വിദ്യാഭ്യാസപരമായിട്ടോ ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ കോൺഫിഡൻസും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു ജീവിത പ്രതിസന്ധിക്ക് മുമ്പിൽ കുഴങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയെ എന്നെ കേൾക്കുന്നെങ്കിൽ ആ വ്യക്തിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, അനുജ, അനിയത്തി, ആമേൻ, കുഞ്ഞെ, നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, സ്തോത്രം, ആമേൻ, ആത്മാവിനെ വാഞ്ചിക്കണം, ദൈവാത്മാവിനെ വാഞ്ചിക്കണം. കാരണം ദൈവാത്മാവ് അകത്ത് വരുമ്പോൾ, ആത്മനിറവ് നമ്മുടെ അകത്ത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം അപ്പന് ചെയ്യാൻ പറ്റാത്ത, അമ്മയ്ക്ക് താങ്ങാൻ പറ്റാത്ത, സഹോദരങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത, ജീവിത പങ്കാളിക്ക് പറ്റാത്ത, അങ്ങനെ ഈ ലോകത്തിൽ നമുക്കുള്ള ഒരു ബന്ധങ്ങൾക്കും നമ്മുടെ അകത്ത് കൊണ്ടുവരാൻ കഴിയാത്ത ആശ്വാസവും സമാധാനവും ആമേൻ സന്തോഷവും നമ്മുടെ അകത്ത് നിറയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ വലിയ യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് ഇന്ന് പകൽ ഞാനത് ആണയിട്ട് അടിവരയിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്നെ കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരെങ്കിലും ആ ആത്മനിറവ് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ആ ആത്മനിറവിന്റെ അനുഭവം എൻ്റെ അകത്തൂടെ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും ഞാനൊരു കാര്യം പറയാം, ജീവിതത്തിൽ ഒത്തിരി ശാരീരികവും മാനസികവുമായ വേദന അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അന്നൊക്കെ എൻ്റെ അകത്ത് ആ വേദന സഹിക്കാൻ, ആ സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ അതിനെ തരണം ചെയ്ത് ജയിക്കാൻ എൻ്റെ അകത്ത് പകരപ്പെട്ടത് ദൈവകൃപ ഒന്ന് മാത്രമാണ് അതിന്റെ കാരണം. പലപ്പോഴും എന്നെ പരിചയമുള്ള, എന്നെ നന്നായി അറിയാവുന്നവരൊക്കെ പറയും, ജോബിൻ ഭയങ്കര ധൈര്യശാലിയാ, സമ്മതിക്കണം ജോബിനെ, എന്തോ ധൈര്യമാണ്. ഇത്രയും പലരും ഒക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ പുറമേ ഞാൻ ഇച്ചിരി ഗമയൊക്കെ കാണിച്ച്, ശരി, നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നില്ല, അപ്പൊ നമ്മൾ ഇന്ന് പൊങ്ങി മസിലൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുമെങ്കിലും എൻ്റെ അകത്ത് നന്നായിട്ട് അറിയാം, എന്നെ പോലൊരു ദുർബലൻ വേറെ ഇല്ല. പക്ഷെ എൻ്റെ അകത്തിരിക്കുന്ന ദൈവാത്മാവ് എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം, സ്തോത്രം, കർത്താവ് പകരുന്നൊരു ശക്തിയുണ്ട്. ആത്മാവ് അകത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ധൈര്യമുണ്ട്, സ്തോത്രം. അത് ലോകത്തിൽ വേറെ ഒരു ബന്ധങ്ങൾക്കും നമുക്ക് തരാൻ കഴിയാത്ത, വേറെ ഒന്നിനും തരാൻ കഴിയാത്ത ഒരു ധൈര്യമാണ്. നമ്മുടെ ബാങ്ക് ബാലൻസിന് ആ ധൈര്യം നമുക്ക് തരാൻ പറ്റത്തില്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് ആ ധൈര്യം നമുക്ക് തരാൻ പറ്റത്തില്ല, നമ്മുടെ ശുശ്രൂഷ പാടവത്തിന് തരാൻ ഒന്നിനും പറ്റാത്ത ഒരു ധൈര്യമാണ് ദൈവത്തിന്റെ ആത്മാവകത്ത് വരുമ്പോൾ ഒരു സന്തോഷം, ഒരു ധൈര്യം. ഇന്ന് രാത്രി ആ ഒരു ധൈര്യം നമ്മുടെ അകത്ത് ദൈവാത്മാവ് നൽകട്ടെ, സ്തോത്രം. അങ്ങനെ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ധൈര്യമുണ്ടായി. അത് കഴിഞ്ഞ് എൻ്റെ ക്യാൻസർ ഒന്നും പെട്ടെന്ന് മാറിയില്ല. വീണ്ടും അതിന്റെ മുൻപോട്ടുള്ള കോഴ്സുകൾ അവരാവശ്യപ്പെട്ട പ്രകാരം എല്ലാ ചികിത്സകളും ചെയ്യേണ്ടി വന്നു. അങ്ങനെ 5ാമത്തെ കീമോ ചെയ്തു, 6ാമത്തെ പക്ഷെ ഈ സമയത്തൊക്കെ ഈ ആദ്യത്തെ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളല്ല ഞാൻ. എൻ്റെ അകത്തൊരു ധൈര്യം വന്നു, നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരിച്ചു വന്നു, ഒരു ധൈര്യം വന്നു, സ്തോത്രം. ഈ ധൈര്യം ഉണ്ടായപ്പോ എൻ്റെ അകത്തുനിന്ന് മരണത്തിന്റെ ഭയത്തെ ആത്മാവിനെടുത്ത് മാറ്റി. വിശ്വാസം അകത്ത് ജനിച്ചു കഴിയുമ്പോൾ മരണത്തെ നമ്മൾ ഭയക്കത്തില്ല,
സ്തോത്രം. അകത്ത് ആത്മാവ് വന്നു കഴിയുമ്പം ചില അണലികളെയൊക്കെ നമ്മൾ ഒരൊറ്റ കുടച്ചിലിൽ എടുത്ത് കളയാൻ ദൈവം നമുക്ക് കൃപ തരും. സ്തോത്രം. വചനത്തിൽ നമ്മൾ ഒത്തിരി സംഗതികൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ വലിയ കൃപ, സ്തോത്രം, അകത്ത് വ്യാപരിച്ച ദൈവഭക്തന്മാരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഈ കാലഘട്ടത്തിലും നമ്മെ ഓരോരുത്തരെയും, ഈ കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന്റെ ഇഷ്ടം അതാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ ധൈര്യമുള്ളവരായി തീരുക. സ്തോത്രം. നമ്മളെ കുറിച്ചുള്ള വലിയൊരു ദൈവത്തിന്റെ ഉദ്ദേശമാണത്. അങ്ങനെ എന്റെ കീമോയുടെ കോഴ്സുകളൊക്കെ കഴിഞ്ഞു. 6 കീമോ വരെ ചെയ്തു. ശരീരം കൊണ്ട് ഒക്കെ ഒത്തിരി ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ വളരെ ധൈര്യവാനായി തീർന്നു. അങ്ങനെ എല്ലാ കോഴ്സുകളും കഴിഞ്ഞ് അതിന്റെ നിശ്ചയിച്ച വിശ്രമ ദിവസങ്ങളും ഒക്കെ കഴിഞ്ഞ് ഏകദേശം 1-2 മാസം കഴിഞ്ഞ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ആശുപത്രിയിലേക്ക് ചെല്ലുകയും അവിടെ എല്ലാ പരിശോധനകളും നടത്തി. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് വലിയ ആശ്വാസം എനിക്ക് തന്നത് എന്റെ 19.5 വയസ്സിൽ ഇതിന്റെ ചികിത്സകളെല്ലാം കഴിഞ്ഞ് നടത്തിയ പരിശോധനയിൽ ശരീരത്തിന്റെ ഒരു ഭാഗത്തും ക്യാൻസറിന്റെ ഒരു സാഹചര്യങ്ങൾ പോലും അവശേഷിക്കുന്നില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്ത വരുവാൻ, സ്തോത്രം, ദൈവം കൃപ ചെയ്തു. ആത്മാവ് നൽകിയ ധൈര്യത്തിനൊപ്പം ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ കരവും എന്റെ ജീവിതത്തിലേക്ക് വരുവാൻ ആ കാലഘട്ടത്തിൽ ഇടയായി. ആ സമയത്തൊക്കെ വലിയ കോൺഫിഡൻസ് എനിക്ക് കർത്താവ് തന്നു. എനിക്ക് ദൈവവുമായിട്ടുള്ളൊരു വ്യക്തിബന്ധത്തിന്റെ ഒരു അനുഭവം എന്റെ അകത്തേക്ക്, അതിൽ ഞാൻ അനുദിനം വളരുവാനും ഒക്കെ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ കർത്താവിന്റെ വേലയെ പറ്റിയുള്ള ഒരു നിയോഗവും എന്റെ മേലുള്ള ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ ഞാന് പിന്നീട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുകയും തുടർന്ന് ഞാൻ കുറച്ചു കാലം ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ 1-2 വേദപഠന ശാലകളിലേക്ക് കടന്നു പോകുവാൻ ദൈവം കൃപ ചെയ്തു. എന്റെ മാതൃസഭ എന്ന് പറയുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ചർച്ച ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ AGയുടെ സ്ഥാപനങ്ങളായ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിലും അതുപോലെ ബാംഗ്ലൂർ സതേൺ ഏഷ്യ ബൈബിൾ കോളേജിലുമായിട്ടാണ് കർത്താവിന്റെ വചനം പഠിക്കാൻ ഇടയായത്. അപ്പൊ ഈ 2 സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഞാൻ RCC ഹോസ്പിറ്റലില് അവിടുത്തെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം 3 മാസവും 6 മാസവും 1 വർഷവും ഒക്കെ കൂടുമ്പോൾ ഉള്ള ഫോളോ അപ്പ് ചെക്കപ്പുകൾക്കൊക്കെ കൃത്യമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. എല്ലാ ചെക്കപ്പുകളിലും പോകുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ 25 വയസ്സ് വരെ, 25ാമത്തെ വയസ്സ് വരെ, എനിക്ക് 18ാം വയസ്സിലാണ് അസുഖം വരുന്നത്, 7 വർഷം വരെ, 25ാം വയസ്സ് വരെ ഞാൻ RCCയിലെ എല്ലാ ഫോളോ അപ്പ് ചെക്കപ്പുകൾക്കും പോയിട്ടുണ്ട്. അങ്ങനെ 25ാം വയസ്സിൽ എന്റെ ചെക്കപ്പിന് ഞാൻ പോയി അവിടെ ചെന്ന് എല്ലാ ചെക്കപ്പുകളും നടത്തി. ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 6-7 വർഷമായിട്ട് താങ്കൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, എല്ലാ ചെക്കപ്പുകളിലും താങ്കൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുള്ളത് കൊണ്ട് ഇനി ഇങ്ങോട്ട് ഒരു ഫോളോ അപ്പ് ചെക്കപ്പിനായിട്ട് വരേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും വിശേഷങ്ങളോ എന്തെങ്കിലും പ്രതിസന്ധികളോ ഉണ്ടാകുന്നെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലാതെ ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടും ആശ്വാസത്തോടും കൂടെ എന്നെ മടക്കി അയപ്പാൻ ഇടയായി. അങ്ങനെ വളരെ സന്തോഷവാനായിട്ട് ഞാൻ തിരിച്ചുപോയി. 26ാമത്തെ വയസ്സിൽ ഞാൻ ബാംഗ്ലൂർ സതേൺ ഏഷ്യ ബൈബിൾ കോളേജിൽ നിന്നുള്ള എൻ്റെ MD പഠനം കഴിഞ്ഞ് തിരുവല്ലായ്ക്കടുത്ത് കാക്കത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷനോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭാസ്ഥാപന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു പുതിയ സഭാസ്ഥാപന പ്രവർത്തനം കാക്കത്തുരുത്ത്, തിരുവല്ലായ്ക്കടുത്തൊരു സ്ഥലമാണ്. അവിടെ ഒരു പ്രത്യേക മേഖല കേന്ദ്രീകരിച്ച് ഒരു ചെറിയ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ ഒരു ചെറിയ സൺഡേ സർവീസും ഒക്കെ ആയിട്ടൊരു ചെറിയ പരിപാടി ഇങ്ങനെ സഭാസ്ഥാപന പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അവിടെ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചു വരിക. അപ്പൊ എനിക്ക് 27 വയസ്സായി, 27-27.5 വയസ്സോളമായി. അപ്പൊ ആ സമയത്തൊക്കെ ഇനിയിപ്പം ശുശ്രൂഷപരമായിട്ടൊക്കെ നല്ല അനുഭവങ്ങളൊക്കെ കർത്താവ് തരുന്നു. അങ്ങനെ പതുക്കെ ദൈവരാജ്യത്തിന് കൊള്ളാകുന്ന ഒരു വേലക്കാരനായി മുൻപോട്ട് വരുന്ന ആ ഒരു ഉയർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാം അനുകൂലമാണ്. ഇനിയിപ്പോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, സാഹചര്യങ്ങളൊക്കെ മാറി എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു എന്ന് തോന്നിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ എല്ലാം ശുഭമായി. ഇനി ഒരിക്കലും ഈ ക്യാൻസർ എന്ന് പറയുന്ന എൻ്റെ പൂർവ്വകാല അനുഭവങ്ങളിലെ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ ഉള്ള
അന്നത്തെ അനുഭവങ്ങളൊക്കെയാണ് ആ ഒരു രീതിയിലൊക്കെ അപ്പുറം അതിനെപ്പറ്റിയുള്ള ഒത്തിരി ചിന്തകളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി ഒരിക്കലും അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് ആ പൂർണ്ണ ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ എന്റെ 27.5 വയസ്സിൽ 8.5-9 വർഷങ്ങൾക്ക് മുൻപ് എന്നിൽ വന്നു മാറിപ്പോയ ആ മാരക രോഗത്തിന്റെ അനുഭവം എന്റെ 27.5 വയസ്സിൽ വീണ്ടും എന്റെ ശരീരത്തിൽ വന്നു. പൊതുവെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഒത്തിരി ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. സ്വാഭാവികമായിട്ടും എത്ര വിശ്വാസമുള്ള ആളാണ്, എത്ര ഒക്കെ കാര്യങ്ങൾ ഗ്രഹിച്ച പഠിച്ച ആളാണെന്ന് പറഞ്ഞാലും എല്ലാ മനുഷ്യരും ഒരു ഇമോഷണൽ ബീയിങ് ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഏത് പ്രശ്നങ്ങളും അവനവനെ ബാധിക്കും വരെ എല്ലാവർക്കും ചെറുതാണ്. അത് എത്ര ചെറുതോ വലുതോ ആയ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അവനവനെ ബാധിക്കും വരെ ആ വിഷയങ്ങളെല്ലാം നമുക്ക് ചെറുതാണ്. സ്തോത്രം. നമുക്ക് ബാധിക്കുമ്പോഴാണ് അതിന്റെ വലിപ്പവും ആഴവും നീളവും വീതിയും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അതുവരെ നമുക്ക് മറ്റുള്ളവരുടെ എല്ലാ വിഷയങ്ങളിലും ആശ്വാസമാക്കി പറയാനൊക്കെ വളരെ കരുത്തുള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷെ സ്വന്തമായിട്ട് അങ്ങനെ ഒരു വിഷയം വരുമ്പോഴാണ് അതിന്റെ ഗുണഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രതിസന്ധിയിലാകുന്നത്, ഗുണദോഷ ഫലങ്ങൾ. അങ്ങനെ എന്റെ 27.5 വയസ്സിൽ ഈ രോഗം എന്നിലേക്ക് മടങ്ങി വന്നു. കാലിൽ മുൻപ് രോഗം വന്ന് മാറിപ്പോയ അതേ സ്ഥാനത്ത്, ആ റേഡിയേഷൻ ചെയ്ത അതേ ഭാഗത്ത് തന്നെയാണ് വീണ്ടും ഈ നോഡ്യൂള് പോകുന്നത്. അങ്ങനെ RCCയിൽ പോവുകയും ഡിസീസ് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അതിന്റെ വെളിച്ചത്തിൽ അവിടെ ഉടൻ തന്നെ ഒരു ശസ്ത്രക്രിയ നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ 2017 ഒക്ടോബർ മാസത്തിൽ ഞാൻ RCC ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എൻ്റെ കാല് രണ്ടാമത് വന്ന ആ നോഡ്യൂള്, ആ റിക്കറന്റ് നോഡ്യൂള് ശസ്ത്രക്രിയയിലൂടെ മാറ്റുവാൻ ഇടയായി. ശസ്ത്രക്രിയ വിജയകരമായിരുന്നു ഏകദേശം. എങ്കിലും ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടും ആ കാലയിലെ മുറിവ് അതിന്റെ ആ പച്ചപ്പ് അങ്ങോട്ട് മാറാത്തൊരവസ്ഥ കണ്ടിരുന്നു. 3 ആഴ്ച കഴിഞ്ഞാണ് സ്റ്റിച്ച് റിമൂവ് ചെയ്യാനായിട്ട് അവര് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞത്. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞ് കാലയിലെ ആ ശസ്ത്രക്രിയയുടെ സ്റ്റിച്ച് റിമൂവ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് ഡോക്ടർ തന്നെ വന്ന് ആ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ ഏകദേശം 10 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതിന്റെ നടുക്ക് ഭാഗത്ത് ഒരു 2-3 സ്റ്റിച്ചിന്റെ ഭാഗം പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ഓപ്പൺ ആയി. ആ സർജിക്കൽ വൂണ്ടിന്റെ ആ ഭാഗം ഇങ്ങനെ, കുറച്ച് ഭാഗം ഇങ്ങനെ അങ്ങ് ഓപ്പൺ ആയിട്ട് ഒരു വൈറ്റിഷ്, ഒരു വെള്ള നിറത്തിൽ ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി ബ്ലീഡൊന്നും ചെയ്യുന്നില്ല, ചെറിയൊരു നനവ് പോലെയൊക്കെ ഉണ്ട്. ഞാൻ വളരെ ആശങ്കപ്പെട്ടു. ഇതിന്റെ സ്റ്റിച്ച് റിമൂവ് ചെയ്ത ഡോക്ടർ കുറച്ചു നേരം ഇങ്ങനെ വളരെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിന്ന് കൂടെ നിന്ന സഹപ്രവർത്തകരോട് എന്തൊക്കെയോ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പക്ഷെ ഒന്നും അറിയാത്ത പോലെ അനങ്ങാതെ അങ്ങനെ ഇരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് റേഡിയേറ്റഡ് ഏരിയ ആണ്. വർഷങ്ങൾക്ക് മുൻപ് രോഗം വന്നപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് റേഡിയേഷൻ ചെയ്തതുകൊണ്ട് ഈ ഭാഗത്ത് സെൽസ് പലതും ഡെഡ് ആയിരുന്നു. അതോടൊപ്പം ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ ഈ ഭാഗത്ത് വളരെ കുറവാണ്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഈ വെള്ള നിറത്തിൽ കാണുന്നത് താങ്കളുടെ കാലിന്റെ അസ്ഥിയാണ്. ടിബിയ എന്ന് പറയുന്ന, അഥവാ കൊതുമ്പല്ലെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അസ്ഥിയാണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് മാംസം വളരെ കുറവാണ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എങ്ങനെയാണെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഒരല്പം മാംസം വെട്ടി ആ ഭാഗത്ത് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് അത് ശരിയാക്കാൻ പറ്റത്തില്ലേ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് എന്നോട് പറഞ്ഞു. കാരണം റേഡിയേറ്റഡ് ഏരിയ ആയതുകൊണ്ട് അവിടെ അത് ഗ്രാഫ്റ്റ് ചെയ്താൽ അത് സൂട്ട് ആവത്തില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിഗമനം. അതിന് ഒരു പരിധിവരെ വൈദ്യശാസ്ത്ര പ്രകാരം അത് ശരിയുമാണ്. അങ്ങനെ ഡോക്ടർമാർ ഇങ്ങനെ പറയുകയും പിന്നീട് കുറെ ദിവസങ്ങൾ ആ മുറിവ് കരിയാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അനേക ദിവസങ്ങൾ ഞങ്ങൾ RCCയിൽ പോവുകയും അവർ തന്ന ഇന്റേണൽ മെഡിസിൻസും ഓയിൻമെന്റുകളും ഒക്കെ ഞാൻ ഉപയോഗിച്ചു. പക്ഷെ ഇതിലൊന്നും ശാശ്വതമായ ഒരു പരിഹാരം ആ മുറിവിനോടുള്ള ബന്ധത്തിൽ വന്നില്ല.
അങ്ങനെ താൽക്കാലികമായി തിരുവല്ലയിലെ എൻ്റെ ശുശ്രൂഷ മേഖലയിൽ നിന്ന് എനിക്ക് പിൻവാങ്ങേണ്ടി വന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ആയിരുന്നു. അങ്ങനെ കുറച്ചു കാലം ഈ മുറിവുമായി ബന്ധപ്പെട്ട് ഇത് കരിച്ചെടുക്കാനുള്ള ചികിത്സകളുമായി ബന്ധപ്പെട്ട് RCCയിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഞങ്ങൾ ചികിത്സകളുമായിട്ടും ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. അപ്പോഴൊക്കെ എൻ്റെ അകത്ത് വലിയ ദൈവിക ധൈര്യമൊക്കെ ഉണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം 2017 ഡിസംബർ മാസം 26 അപ്രതീക്ഷിതമായ ഒരു വലിയ ദുരന്തം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ എന്താ പറയാ എൻ്റെ ജീവിതത്തിന്റെ സമൂലമായ മാറ്റങ്ങൾക്ക് കാരണമായ സംഗതിയായിരുന്നു 2017 ഡിസംബർ 26. എൻ്റെ വീടിന്റെ മുറ്റത്ത് ഈ വയ്യാത്ത കാല്, ഈ പരിമിതമായ ഈ മുറിവുണ്ടായിരുന്ന ഈ കാല് സ്ലിപ്പായി ഞാനൊന്ന് മറിഞ്ഞു വീണു. ഒരു ചെറിയ സ്ലിപ്പിംഗ് ആയിരുന്നു. പക്ഷേ അവിടെ ഒരു ചെറിയ റാമ്പാണ്. ആ റാമ്പിന്റെ അവിടെ എൻ്റെ കാലൊന്നും മടുത്തതേ ഉള്ളൂ. പക്ഷെ എൻ്റെ ശരീരത്തിന്റെ 80 കിലോ ഭാരം താങ്ങാൻ ശരീരത്തിൽ ആ മുറിവുണ്ടായിരുന്ന ക്യാൻസറസ് ആയിരുന്ന ഡെഡ് സെൽസ് ഉണ്ടായിരുന്ന ആ കാലിന്റെ ബലഹീന ഭാഗത്തിന് അത് താങ്ങിയില്ല. കാലിന്റെ കണങ്കാലിൽ മടങ്ങേണ്ടതിന് പകരം എൻ്റെ കാലിന്റെ ഈ രോഗം ബാധിച്ച ഭാഗം വെച്ച് ഭീകരമായിട്ട് എൻ്റെ കാല് രണ്ടായിട്ട് ഒടിഞ്ഞുപോയി. എനിക്ക് സംഭവിച്ച കാര്യം പക്ഷെ അത് എല്ലാവർക്കും അത് കേട്ടിരിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. കാലിന്റെ പാദത്തിന് പകരം ഒടിഞ്ഞ ഭാഗം എൻ്റെ വീട്ടിലെ മുറ്റത്ത് നിലത്തിടിക്കുന്ന ഭീകരമായ ഒരു അനുഭവത്തിൽ ഞാൻ മുറ്റത്ത് മറിഞ്ഞു വീഴുകയും തുടക്കത്തിൽ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ചെവിക്കകത്തൊക്കെ ഇങ്ങനെ കാറ്റടിക്കുന്ന പോലെ ഭയങ്കര ഊതി അടയ്ക്കുന്ന പോലെ സൗണ്ടും കണ്ണിനകത്ത് ഇരുട്ട് കയറുന്നത് പോലെയൊക്കെ എനിക്ക് ആദ്യം തോന്നിയത്. കാരണം ഈ അസഹ്യമായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടായെങ്കിലും എൻ്റെ ബോധം ഒന്നും മറന്നില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ കണ്ണിലേക്ക് ആ വെളിച്ചം തിരിച്ചു വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ നിലത്ത് കിടക്കുകയാണ്. ഞാനിങ്ങനെ പെട്ടെന്ന് തിരിയാൻ നോക്കിയപ്പോൾ എനിക്ക് കാല് പൊക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കാല് തകർന്നിട്ടുണ്ട്. ഏകദേശം അതിങ്ങനെ കട്ട് ഓഫ് ആയി നല്ല രീതിയിൽ ഒരു 4 വീലർ വാഹനം ഒരാളുടെ കാലേ കൂടെ കയറിയാൽ എങ്ങനെ ഇരിക്കും അതേ അവസ്ഥയിൽ എൻ്റെ കാല് ഡ്രാസ്റ്റിക് ആയിട്ട് ഒടിഞ്ഞ് തമ്പലമാകുകയും ഞാൻ നിലവിളിച്ചു. എൻ്റെ നിലവിളി കേട്ട് ഓടി വന്ന പലരും എന്നെ താങ്ങിപ്പിടിച്ച് അത് കണ്ടു നിൽക്കാൻ പലർക്കും കഴിയാതെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരതി ഓടുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായി. ഇതിനിടയിൽ ആരോ 108 എന്ന് പറയുന്ന നമ്മുടെ എമർജൻസി നമ്പറിൽ ഫോൺ ചെയ്യുകയും എൻ്റെ വീടിന്റെ അവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് കുണ്ട്ര താലൂക്ക് ഹോസ്പിറ്റലുള്ളത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ആംബുലൻസ് എൻ്റെ വീടിന്റെ ഭാഗത്തേക്ക് വേഗത്തിൽ വരികയും ഒരു 15-20 മിനിറ്റ് കൊണ്ട് എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു വാഹനം എത്തി. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇവര് എന്നെ സ്ട്രക്ചറിനകത്തേക്ക് കയറ്റിയതും ആംബുലൻസിൽ കയറ്റിയതും. കാരണം എൻ്റെ കാല് ഓൾമോസ്റ്റ് കട്ട് ഓഫ് ആയി. ഒരു 70% 80% കട്ട് ഓഫ് ആയി. ബാക്ക് സൈഡിലെ കുറച്ച് മാംസത്തിന്റെ മാത്രം പിൻബലത്തിലാണ് ഇത് കിടക്കുന്നത്. അസ്ഥിയൊക്കെ നന്നായിട്ട് കാണാം. മാംസമൊക്കെ ഇങ്ങനെ തുറച്ചു നിൽക്കുന്ന അനുഭവമായിരുന്നു. അങ്ങനെ എന്നെ എടുത്ത് വാഹനത്തിൽ കയറ്റി വളരെ പ്രയാസപ്പെട്ട് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ RCCയിലെ PRO വിഭാഗത്തിൽ ഞങ്ങൾ ബന്ധപ്പെടുകയും അവര് പെട്ടെന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ RCCയിലേക്ക് വരരുത്. കാരണം ഇവിടുത്തെ ട്രോമ സംവിധാനങ്ങൾ ഒത്തിരി അപര്യാപ്തമാണ്. ഇത്രയും വലിയൊരു ട്രോമ കെയർ യൂണിറ്റ് ഇവിടെ ഇല്ല. ഇവിടെ അതിന്റെ ആവശ്യവും വരാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ട്രോമ യൂണിറ്റ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകും. ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിൻസ് ഒക്കെ കട്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നല്ല ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ വെപ്രാളത്തിൽ വാഹനം നേരെ ഓടിച്ചു കൊണ്ടുപോയത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലേക്കാണ്. 2017 ഡിസംബർ 26 ഈ സംഗതി ഉണ്ടാകുന്നത്. ആ ദിവസം മുതൽ അസംഖ്യം പ്രതിസന്ധികളിൽ കൂടെയാണ് പിന്നെ എൻ്റെ ജീവിതം മുൻപോട്ട് പോയത്. 2017 ന്യൂ ഇയർ സമയങ്ങളൊക്കെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. 2018 എന്ന് പറയുന്ന ആ ഒരു മുഴുവർഷവും ഒരു ദിവസം പോലും വ്യത്യാസമില്ലാതെ അതിന്റെ മുഴുവൻ നാളുകളും ഏകദേശം ഞാൻ
രോഗക്കിടക്കയിൽ തന്നെയായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ എനിക്ക് ആ കാലഘട്ടത്തിൽ കടന്നു പോകേണ്ടി വന്നു. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഭൗതിക തലങ്ങളിലും അങ്ങനെ ജീവിതത്തിന്റെ ആത്മീക മേഖലകളിലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും തകർച്ചയുടെ ഒരു കൂമ്പാരമായി എനിക്ക് 2018 മാറി. അന്നത്തെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇത് ഒത്തിരി പേര് കാണുന്ന ഒരു മാധ്യമം, ഒരു പക്ഷേ വിശ്വാസത്തിന് പുറത്തുള്ളവരും ഒക്കെ കാണുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന് മാത്രം കാരണമാകണം എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒത്തിരി ദുരനുഭവങ്ങളുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും എന്റെ പരിജ്ഞാനത്തിൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ട്. നമുക്ക് പറയാൻ പറ്റുന്നത് പറയാം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും നമ്മുടെ സ്നേഹിതരാരാണ്, നമ്മളോട് സഹകരിക്കുന്നതിൽ ആത്മസ്വഭാവമുള്ളവരാരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും ചിലപ്പോൾ നമുക്ക് ശത്രുക്കളായി തീരും, അല്ലെങ്കിൽ നമ്മുടെ വിമർശകരായി തീരും, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളോട് ആശ്വാസവാക്ക് പറയുകയും മറ്റൊരു വശത്ത് ചെന്ന് അത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അത് അവന്റെ ആ സ്വഭാവം കൊണ്ടാണ്, ഈ സ്വഭാവം കൊണ്ടാണ്, അങ്ങനാണ്. ഒരു മനുഷ്യൻ ഇത്രയൊക്കെ വരണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ദൈവത്തിന്റെ ശിക്ഷയാണ്, അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ സംഭവങ്ങളെയും ദൈവം എന്നെ ശിക്ഷ കഴിച്ചതായിട്ട് തന്നെ ഞാൻ കാണുന്നു. കാരണം അപ്പന് ഇഷ്ടമുള്ള മക്കളെയാണ് അവിടുന്ന് ശിക്ഷിക്കുന്നത്. അവൻ നാളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകണം, ഏറ്റവും എനിക്ക് പ്രയോജനമുള്ളവനാകണം എന്നുള്ളത് കൊണ്ട് സ്നേഹമുള്ള അപ്പനാണ് ശിക്ഷിക്കും. ഞാനത് ശിരസ വഹിക്കുന്നു, ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. പക്ഷെ അത് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള സംഗതിയാണ്. അല്ലാതെ അതിനകത്ത് നമ്മളിൽ ഒരു സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ വന്ന് അതിനകത്തൊരു മറ്റൊരാൾ അതിനകത്തൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. സ്വന്തം ഞാനത് ഒരു മനുഷ്യനെ പറ്റിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി പ്രതിസന്ധി, ഒരുപാട് മാനസിക തലത്തിൽ ഒരുപാട് വിഷയങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒന്നിനും ആരോടും ഉത്തരം പറയാൻ എനിക്ക് അന്ന് കഴിയുന്നില്ല, അതിന് കഴിയത്തില്ലായിരുന്നു. അത്രത്തോളം ഭീകരമായ അവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നുപോയത്. ഒന്നിനു പുറകെ ഒന്നായി ശസ്ത്രക്രിയകൾ, മാറിയുള്ള ശസ്ത്രക്രിയകൾ, അങ്ങനെ അസംഖ്യം പ്രതിസന്ധികൾ എനിക്കുണ്ടായി. എന്നെ പ്രിയപ്പെട്ട എനിക്കുണ്ടായ അന്നത്തെ അനുഭവങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. അത്രത്തോളം പ്രതിസന്ധികളിൽ കൂടെ ഞാൻ കടന്നുപോയി. വേദനിപ്പിച്ചവർ, സങ്കടപ്പെടുത്തിയവർ ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ ആരോടും എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ദാവീദ് പറഞ്ഞതുപോലെ എന്നെ ഉപദ്രവിക്കേണ്ടതിന് ഇപ്പൊ അവനെ കൽപ്പിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അനുവാദം ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. ചില സമയത്ത് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ പറയാറുള്ള ഒരു വാക്കാണ്, നമ്മളെ ചില മനുഷ്യർ റിജക്റ്റ് ചെയ്യുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം അങ്ങനെ റിജക്റ്റ് ചെയ്യാൻ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുക. ആ റിജക്ഷൻ ഉണ്ടെങ്കിലേ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൂടുതൽ ട്രസ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ആ കാലഘട്ടത്തിൽ എനിക്കുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ. പക്ഷെ എല്ലാത്തിൻ്റെയും നടുവിലും ദൈവാത്മാവ് എന്നെ വിട്ടുപോകാതെ കർത്താവ് എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാജറേഷൻ അല്ലാതെ യാഥാർത്ഥ്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. അണമുറിയാത്ത വേദന, പ്രത്യേകിച്ച് ശാരീരികമായ വേദന, കാലിനോടുള്ള ബന്ധത്തിൽ ഒരുപാട് തവണ കാലിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. ഒത്തിരി ഒന്നാമത് ഈ പ്രധാനപ്പെട്ട കാര്യം, ഈ റേഡിയേറ്റഡ് ഏരിയയിലാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് ഒരുപാട് ശസ്ത്രക്രിയകൾ ചെയ്തു. പക്ഷെ ഒന്നും പൂർണ്ണമായ ഫലം കൊണ്ടുവന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ കാല് എനിക്ക് തിരിച്ചു കിട്ടുമോ? കാലിന്റെ പ്രത്യേകിച്ച് എനിക്ക് അന്ന് ഒരു 28 വയസ്സ് ഒക്കെ, ആ പ്രായത്തിലൊക്കെ കാലിന്റെ പ്രയാസം. ഒരു കാലെന്ന് പറയുമ്പോൾ അന്ന് ഞാൻ എപ്പോ എനിക്ക് നടക്കാൻ പറ്റും എന്ന ചിന്തയാണ് എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ തുള്ളിച്ചാടി ആരോഗ്യത്തോടും ബലത്തോടും ഒക്കെ ജീവിച്ചിട്ട്
പെട്ടെന്നൊരു ദിവസം ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ നമുക്കത് മാനസികമായിട്ട് നമുക്ക് വലിയ ആഘാതമാണ്. നമുക്കത് പറയാൻ, അത് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. അത് ഒന്ന് എന്താ പറയാ, ഒന്ന് ചിന്തിച്ചു നോക്കിയാലേ നമുക്കത് മനസ്സിലാക്കും എത്രത്തോളം ഓപ്പറേഷൻ എത്ര പ്രാവശ്യം കഴിഞ്ഞു? പല പ്രാവശ്യം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പം പല പ്രാവശ്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ അത് ചോദിച്ചത് കൊണ്ട് പറയുക, ഓൾ ത്രൂ മൈ ലൈഫ് ഞാന് 8 ആശുപത്രികളിലായിട്ട് 20 ശസ്ത്രക്രിയകൾക്ക് വിധേയനായിട്ടുണ്ട്. വെല്ലൂര് വെല്ലൂര് CMC മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റല്, എഴുകോൺ ESI, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതുപോലെ RCC ഹോസ്പിറ്റല്, അനന്തപുരി ഹോസ്പിറ്റല്, കിംസ്, അതുപോലെ കൊല്ലത്ത് NS ഹോസ്പിറ്റലില്, ഇങ്ങനെ 8 ആശുപത്രികളിലായിട്ട് 20 ശസ്ത്രക്രിയകൾക്ക് എനിക്ക് ഈ കാലഘട്ടത്തിൽ, എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് എനിക്ക് വിധേയനായേണ്ടി വന്നിട്ടുണ്ട്. ഓരോ തവണയും നേരിട്ട പ്രതിസന്ധികൾ അസംഖ്യമായിരുന്നു. അതിൽ സിംഹഭാഗ ശസ്ത്രക്രിയകളും ഈ കാലിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ബാക്കിയുള്ള അല്ലാത്ത അപകടത്തിന്റെയും മറ്റ് ഈ മൂക്കില് പിന്നെ ട്യൂമർ വന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള വിഷയങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടെയാണ് എനിക്ക് 20 ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നത്. ഈ ഓരോ സമയത്തും പ്രത്യേകിച്ച് ഈ കാലിനോടുള്ള ബന്ധത്തിലാണ് ഏറ്റവും ഭീകരമായ പ്രതിസന്ധികൾ എനിക്ക് അനുഭവപ്പെടേണ്ടി വന്നത്. അന്ന് എൻ്റെ ഒരു ചെറിയ അനുഭവം മാത്രം, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നിൽ ഒത്തിരി ആത്മീക മാറ്റങ്ങൾ ദൈവം പിന്നെയും കൊണ്ടുവന്ന ഒരു അനുഭവം ഞാൻ പറയാം. അന്ന് ഞാൻ ഈ വീട്ടില്, ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഇതേ സാഹചര്യത്തിൽ തന്നെ അന്ന് എൻ്റെ ഈ വീട്ടില് ഞാൻ കിടക്കുന്ന റൂമിനകത്ത് എനിക്ക് എൻ്റെ എല്ലാ ദൈനംദിന കൃത്യങ്ങളും മറ്റുള്ളവരുടെ പല സഹായമില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഭീകരമായ കമ്പികളൊക്കെ എൻ്റെ കാലേ കിടക്കുന്നത്. ഞാൻ ഈ പറയുന്ന എല്ലാ അനുഭവങ്ങളുടെയും ഒരു പിക്ചറൈസേഷൻ, അതായത് പിക്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ അന്ന് ഈ 3-4-5 വർഷത്തെ ഈ അനുഭവങ്ങളൊക്കെ ഞാൻ അന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ കൊളാബ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കൊച്ചു വീഡിയോ എൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലൊന്നും പറയാനില്ല, ഒരു കൊച്ചു 500 പേര് മാത്രമുള്ള ഒരു ചെറിയ ജോബിൻ കാര്യവേലിൽ എന്നുള്ള ഒരു ചെറിയ യൂട്യൂബ് ഉണ്ട്. അതിനകത്ത് ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ ഇതെല്ലാം കാണാൻ പറ്റും. ഈ വീഡിയോസിനകത്ത് അതിനകത്ത് ഈ പറയുന്ന ഇൻഫെക്ഷൻ ആകുന്ന അതിന്റെ സംഭവങ്ങളെല്ലാം അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കമ്പികളൊക്കെ പലതവണ എന്റെ കാലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും, അണുബാധ ഉണ്ടാവും. അതിന്റെ പ്രധാന കാരണം ഈ റേഡിയേഷന്റെ പ്രശ്നമാണ്. അങ്ങനെ അണുബാധ ഉണ്ടാകുന്ന സമയത്ത് കാലേ കൂടെ ദുർഗന്ധം ഉണ്ടാവും, സ്മെല്ല് വരും, ചിലപ്പോൾ അസഹ്യമായി തീരും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. സ്വന്തം ശരീരം അഴുകുന്ന അതിന്റെ ദുർഗന്ധം നമ്മുടെ മൂക്കിലേക്ക് തന്നെ ശ്രവിക്കപ്പെടുന്ന അന്നേരം ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ. അതുപോലെ റേഡിയേറ്റഡ് ഏരിയ ആയതുകൊണ്ട് പലപ്പോഴും ആ ഭാഗം ഒരു ഡെഡ് ഏരിയ പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് അറിയാതെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് എത്ര നീറ്റായിട്ട് ഇട്ടാലും അതിനകത്ത് ഉറുമ്പ് കയറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് സാക്ഷികളുണ്ട്. അന്നൊക്കെ എന്നെ വല്ലാതെ എനിക്കത് മാനസികമായ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. അങ്ങനെ ഒരിക്കൽ എന്നെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരു വ്യക്തി വരുമ്പോ, അദ്ദേഹം വന്ന ആൾക്കൊരു 10-60 വയസ്സിന് വേണ്ടി പ്രായമുണ്ട്. എന്റെ റൂമിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹം ഇങ്ങനെ വരുമ്പോ അത്യാവശ്യം ഇങ്ങനെ സ്പ്രേയും പെർഫ്യൂമും ഒക്കെ അടിച്ച് മണമൊക്കെ വരാതെ ഉള്ള സംവിധാനമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്തൊക്കെ അല്പം ദുർഗന്ധമൊക്കെ വരും. മനുഷ്യ ശരീരമല്ലേ. അപ്പം ഇദ്ദേഹം പെട്ടെന്ന് എന്റെ റൂമിലേക്ക് വന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഈ ദുർഗന്ധം അദ്ദേഹത്തിന് ലഭിച്ചതിന്റെ വെളിച്ചത്തിലായിരിക്കണം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എന്റെ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയപ്പം വളരെ ഗുരുതരമാണ് സിറ്റുവേഷൻസ്, ആകെ ശരീരം അഴുകുന്ന ദുർഗന്ധമൊക്കെ ഉണ്ടല്ലോ എന്ന നിലയിലായിരിക്കണം. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനൊരു കാര്യം പറഞ്ഞു: കർത്താവേ, എത്രയും വേഗത്തിൽ ഈ പ്രിയപ്പെട്ടവന്റെ മേൽ അവിടുത്തെ തിരുഹിതം നിറവേറണമേ എന്ന് ആ ഉപദേശി പ്രാർത്ഥിച്ചു. മനസ്സിലായി കാണും എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചതെന്ന്. അപ്പം സ്തോത്രം. ഒരുപക്ഷെ ഞാനായിരിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടപ്പോൾ ഒരു കാരണവശാലും ഇനി ഒരു റിക്കവറി ഉണ്ടാകത്തില്ല എന്ന മാനുഷിക ചിന്തയിലായിരിക്കാം അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. എന്നിവേ എന്റെ അകത്തത് വലിയ മാനസികമായൊരു വിഷമം
ഉണ്ടാക്കി. എനിക്കന്ന് 28 വയസ്സേ ഉള്ളൂ. പ്രാർത്ഥിച്ചാൽ 60 വയസ്സിന് വേണ്ടി പ്രായമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവെ, എന്തിന് അവിടുന്ന് എന്നെ ഇങ്ങനെ ഒരു പരസ്യ കോലമാക്കി ഇട്ടിരിക്കണം? അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ വേഗത്തിൽ എന്നെ അവിടുത്തെ സന്നിധിയിലേക്ക് വിളിച്ചാലും എനിക്ക് ഈ ജീവിതം മതിയായി, ഞാൻ മടുത്തു. ഞാൻ ഒത്തിരി സങ്കടത്തോടെ ദൈവസന്നിധിയിൽ ആ ദിവസം നിലവിളിക്കാൻ തുടങ്ങി. അന്ന് വളരെ വേദനയോടെ ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുമ്പോൾ ദൈവാത്മാവ് എന്റെ അകത്ത് ഒരു വചനം ഓർമ്മപ്പെടുത്തി. ആ ഭാഗം എടുത്തു വെച്ച് വായിക്കുവാൻ എൻ്റെ അകത്തൊരു പ്രേരണ തോന്നി. അപ്പൊ കാലയിൽ ഇങ്ങനെ വലിയ കമ്പികളൊക്കെ, ഇല്ലിസാറോ എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക കമ്പികളൊക്കെ ഇട്ടിങ്ങനെ ഞാൻ കിടക്കുക. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നല്ലോണം തിരിയാൻ പറ്റത്തില്ല. എൻ്റെ അടുത്ത് ബൈബിൾ ഇരിപ്പുണ്ട്. ഞാൻ ആ ബൈബിൾ എടുത്ത് ഒരു വിമോചനം ദൈവാത്മാവ് എൻ്റെ അകത്ത് ഓർമ്മപ്പെടുത്തിയപ്പോൾ ഞാൻ ആ ഭാഗം എടുത്ത്, മുൻപ് വായിച്ചിട്ടുള്ള ഭാഗമാണ്, വീണ്ടും ഞാനിങ്ങനെ വായിച്ചു. അപ്പൊ ആദ്യം വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലായില്ല. വീണ്ടും വീണ്ടും വായിക്കാൻ ആത്മാവിന്റെ അകത്ത് ഹേമിപ്പിച്ചപ്പോൾ ഞാൻ ആ ഭാഗം വായിച്ചു. അത് ഈ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 37 വേഴ്സ് 22. It says like this. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണം എന്ന് കരുതിക്കൊണ്ട് രൂപൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവന്റെ മേൽ കൈവെക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവിൻ എന്ന് പറഞ്ഞു. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പിന്നെ ജോസഫിന്റെ ജീവിതത്തിലെ അനുഭവമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ താൻ പൊട്ടക്കിണറിന്റെ ആഴങ്ങളിലേക്ക് വീണുപോയ ആ സാഹചര്യമാണ്. നമുക്ക് എല്ലാവർക്കും ആ സംഭവം നന്നായിട്ട് അറിയാം. അവിടെ നമ്മൾ പൊതുവെ ജോസഫിന്റെ ജീവിതത്തിലെ ഒരു തകർച്ചയുടെ മുഖമാണ് നമ്മൾ ഈ പൊട്ടക്കിണറിൽ കാണുന്നത്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. എന്നാൽ ഈ വാക്യം, ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ റെഫറൻസിനകത്ത് അത് കേവലം ഒരു എടുത്തെറിയപ്പെടൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു തകർച്ചയുടെ ഒരു ഫേസ് മാത്രമല്ല. അതിനപ്പുറം അതിനകത്തൊരു ദൈവിക കരുതൽ കൂടെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതാണ് അവിടെ കാണുന്നത്. അത് ഇംഗ്ലീഷിലെ പല പരിഭാഷകളിൽ പല രീതിയിലാണ് എഴുതി. ഇൻ ഓർഡർ ടു റെസ്ക്യൂ ഹിം, ടു സേവ് ഹിം എന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് അവരുടെ കൈ, മലയാളത്തിൽ അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് എന്നൊരു വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ വിടുവിക്കേണ്ടതിനു വേണ്ടി അവനെ കൊല്ലുവാൻ നോക്കി നിൽക്കുന്ന അസൂയാലുക്കളായ സഹോദരന്മാരുടെ ആ പ്ലാനിൽ നിന്ന് അവനെ പുറത്ത് രക്ഷിച്ചെടുക്കാൻ ദൈവത്തിന് അന്നേരം ഒരു മാധ്യമം ആവശ്യമാണ്. ശരിക്കും ആ മാധ്യമമല്ലേ ഈ പൊട്ടക്കിണർ എന്ന് പറയുന്നത്? സ്തോത്രം. അവിടെ തകർച്ചയാണ് നമ്മൾ എല്ലാവരും കാണുന്നതെങ്കിലും മഹോന്നതനായ ദൈവത്തിന്റെ വലിയ പദ്ധതികളും ദർശനങ്ങളും സ്വപ്നങ്ങളും ദൈവത്തിന്റെ മഹാനിയോഗവും ശിരസ വഹിച്ചുകൊണ്ട് ഇരിക്കുന്ന ജോസഫ് എന്ന് പറയുന്ന പ്രിയപുത്രന്റെ അകത്തുള്ള അവനെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അവസാനിക്കാതിരിക്കാൻ ദൈവം അവിടെ ഒരുക്കുന്ന ഒരു രക്ഷാ കവചമാണ് ശരിക്കും ഈ പൊട്ടക്കിണർ എന്ന് പറയുന്നത്. അപ്പോ ഇത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ആ സമയത്ത് ജോസഫിന് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്ക് പുസ്തകത്തിലൊന്നും തെളിവില്ല. ഞാൻ ചിന്തിക്കുക, ആ ഭക്തൻ അവിടെ ഒരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ എന്റെ ചച്ചന്മാർ ഇങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെയൊന്നും പറഞ്ഞ് അവിടെ വിലപിക്കുന്നതായിട്ടൊന്നും നമ്മൾ ആ ഭാഗത്തൊന്നും കാണുന്നില്ല. എന്റെ ഒരു തിരിച്ചറിവ്, അദ്ദേഹത്തിന്റെ അകത്ത് ആത്മാവ് കൃത്യമായി സംസാരിക്കുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ ഞാൻ തരുന്നത് മറ്റൊരു ഒരു ഒരു ദുരന്തം, ഒരു അവസാനം നിനക്ക് വരാതിരിക്കാൻ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ച് ഞാൻ എന്റെ പദ്ധതിയിലേക്ക് നിന്നെ നയിക്കുകയാണ്. ഒരുപക്ഷെ ആ ഭക്തന്റെ അകത്ത് ആത്മാവ് വാക്കുകളെ ഭക്തന്റെ അകത്ത് ആത്മാവ് ഹേമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്റെ അകത്ത് ഈ ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് തന്നപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. കാണുന്നവർക്കെല്ലാം തകർച്ചയാണെങ്കിലും അതിന്റെ അപ്പുറം ദൈവത്തിന്റെ ഒരു രക്ഷണ്യ പ്രവൃത്തി മറഞ്ഞിരിപ്പുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ദൈവാത്മാവ് ഈ വചനത്തിലൂടെ വീണ്ടും എന്റെ അകത്ത് സാഹചര്യ നിമിത്തം ബലഹീനമായി പോയ എന്റെ ദുർബല വിശ്വാസത്തെ ഒരിക്കൽ കൂടെ ഒന്ന് റിന്യൂ ചെയ്യുവാൻ ഈ വെളിപ്പാടിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. അങ്ങനെ വീണ്ടും ഒരു നഷ്ടപ്പെട്ട ആത്മീക അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ എന്റെ അകത്തേക്ക് മടങ്ങി വന്നു. ഞാൻ വീണ്ടും
രോഗത്തിന്റെ പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടെങ്കിലും ധൈര്യം എന്റെ അകത്ത് ചോരാതെ ആത്മാവ് നൽകിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരുപാട് ശസ്ത്രക്രിയകളും പരീക്ഷണങ്ങളും പരിശോധനകളും ഇംപ്ലാന്റിങ്ങുകളെല്ലാം ഫെയിലാകുന്ന അവസ്ഥ. ശസ്ത്രക്രിയകളൊന്നും പൂർണ്ണമായിട്ടും വിജയിക്കുന്നില്ല. അങ്ങനെ അസ്ഥി ഒരു ഭാഗം കട്ട് ചെയ്ത് മറ്റേ ഭാഗത്തിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യുക, ബോൺ ട്രാൻസ്പോർട്ടിങ് എന്ന് പറയുന്ന ഒരു ചികിത്സ ചെയ്തു. മറ്റു ഭാഗത്തുനിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് അവിടേക്ക് പിടിപ്പിക്കുന്ന അവസ്ഥകൾ. ഇങ്ങനെ ഒത്തിരി 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 ശസ്ത്രക്രിയകളിൽ കൂടെ ഒക്കെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. എങ്ങനും പക്ഷെ പൂർണ്ണമായിട്ടും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക്, കാലിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് അതിനെ മടക്കി കൊണ്ടുവരുവാൻ ഒരു ചികിത്സകൾക്കും സാധിച്ചില്ല. പ്രാർത്ഥനകൾക്കൊന്നും അത് പൂർണ്ണമായിട്ടും അതൊരു ഫലം തരാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കെ 2019 പ്രാരംഭമൊക്കെ ആയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ജോബിൻ, എത്രയോ ശസ്ത്രക്രിയകൾ നമ്മൾ ഓൾറെഡി ചെയ്തു, ഇനിയും ഈ അസ്ഥികൾ തമ്മിൽ പൂർണ്ണമായും ചേരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് റേഡിയേഷന്റെ മാരകമായ എഫക്റ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പരമാവധി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തു. എന്റെ കാലയിൽ ഇത്രയും ശസ്ത്രക്രിയ ചെയ്ത് സംഭവിച്ചത് 3.5 സെന്റിമീറ്ററോളം എന്റെ കാലിന്റെ നീളം, വലത് കാലിന്റെ നീളം കുറഞ്ഞു. അവസാനം ഡോക്ടർ പറഞ്ഞു, ഇനിയും ഇത് നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സപ്പോർട്ടിൽ ഒരിക്കലും ഈ കാല് റിക്കവർ ആകത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പുറമെ ബാഹ്യമായിട്ട് ബ്രേസ് എന്ന് പറയുന്ന ഒരു ഉപകരണം പണിഞ്ഞ് അതിനകത്ത് കാലിന്റെ ഷേപ്പിൽ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ഉണ്ടാക്കി അതിനകത്ത് കാലിറക്കി വെച്ച് ഒരു ബെൽറ്റ് ഇട്ട് മുറുക്കിയിട്ട് ഈ ബ്രേസിനെയും കൂടെ ബെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വലിയ ചെരുപ്പ് പ്രത്യേകം ഉണ്ടാക്കിയിട്ട് ആണെങ്കിൽ ഒരു 10-200 മീറ്റർ വരെയൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് ഇത് ശരിയാക്കി എടുക്കാം, ശ്രമിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 2019 പ്രാരംഭ ഘട്ടങ്ങളിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയും എനിക്കന്ന് 100 മീറ്റർ എങ്കിൽ 100 മീറ്റർ എങ്കിലും ഒന്നും സ്വന്തമായിട്ട് നടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നുള്ള ഒരു ആശ മാത്രമേ എൻ്റെ അകത്തുള്ളൂ. അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുകയും തീവ്ര പരിശ്രമങ്ങൾക്കൊടുവിൽ ഞാൻ പതുക്കെ എഴുന്നേറ്റ് ഈ ബ്രേസ് വെച്ച് നടക്കാൻ തുടങ്ങി. ഞാൻ നടക്കുന്ന കാണുമ്പോഴേ എനിക്ക് എന്തോ കാലിന് പ്രശ്നമുണ്ടെന്നൊക്കെ കാണുന്നവർക്ക് അറിയാം. കാലിനൊരു വളവുണ്ട്. അങ്ങനെ ആ പരിമിതികളെല്ലാം ഉണ്ട്. ഒരു പെർമനന്റ് ആയിട്ട് ഒരു വശത്തോട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഊസിങ് വരുന്ന അനുഭവം ഉണ്ട്. ഇങ്ങനെ കുറെ ദുഷ്കരമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ആ പരിമിതമായ സാഹചര്യത്തിൽ പ്രത്യേക ചെരുപ്പൊക്കെ ഉണ്ടാക്കി വീണ്ടും നടക്കുവാനായിട്ട് ആരംഭിച്ചു. കുറച്ചു ദൂരമൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ആ പരിമിതമായ സാഹചര്യത്തിൽ പോകുമ്പോൾ ഒരു വിവാഹം, ഒരു കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് തീർത്തും അപ്രാപ്യമായ ഒരു കാലഘട്ടമാണ്. അങ്ങനെ ആയിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കർത്താവ് വീണ്ടും ചെയ്തു തുടങ്ങും. ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്. അങ്ങനെ 2019 ഡിസംബർ 26 എൻ്റെ കാല് തകർന്നു പോയി. കൃത്യം 2 വർഷം അതേ ദിവസം തന്നെ ഡിസംബർ 26 എൻ്റെ കാല് ഒടിയുന്നത്. 17 19 ഡിസംബർ 26 എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം ആ ദിവസം തന്നെ ആയിരുന്നു. കർത്താവ് എനിക്ക് ഈ ഭൂമിയിൽ ഒരു കുടുംബ ജീവിതം ഒരുക്കി. സ്തോത്രം. അത് ആ പ്രിയപ്പെട്ടവൾ, അവളുടെ കുടുംബം, മാതാപിതാക്കൾ, അവരുടെ എല്ലാ ആശീർവാദങ്ങളും അനുവാദവും സന്തോഷവും കുടുംബമായിട്ടുള്ള ആലോചനകളും ഒക്കെ ആയിരുന്നു അതിന്റെ പുറകിലുള്ള കാരണം. തീർത്തും ദൈവികമായ തലത്തിൽ ദൈവത്തിന്റെ വലിയ പദ്ധതിയായിരുന്നു ഞങ്ങളുടെ വിവാഹം എന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചു. ഡിസംബർ 26 എൻ്റെ വിവാഹം ഒരുക്കപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷൻ എൻ്റെ അകത്തുണ്ട്. അത് പറയുമ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഡിസംബർ 26 കാലൊടിഞ്ഞെന്ന് അറിയാമല്ലോ, അപ്പോൾ ഡിസംബർ 26 തന്നെ കല്യാണം വെക്കുമ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടിയാണോ അങ്ങനെ വെച്ച് എന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുടുംബം, പ്രിയപ്പെട്ടവർ അവരെല്ലാവരും ബോംബെയിലായിരുന്നു. അറിയാം, ഡിസംബർ മാസത്തില് പൊതുവെ നമുക്ക് ഈ ടിക്കറ്റിന്റെ വിഷയങ്ങളൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നാട്ടിലോട്ടുള്ള ടിക്കറ്റൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പൊ അവര് കുടുംബമായിട്ട് അവരും അവരുടെ പേരൻസിന്റെ സഹോദരങ്ങളും ഒക്കെ ഒരുമിച്ച് വരുവാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ചിലർക്കൊന്നും കിട്ടിയില്ല, കുറച്ചു പേർക്കേ കിട്ടിയുള്ളൂ. അപ്പൊ ആദ്യം ഡിസംബർ 20 ഞങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നത്. പിന്നീട് ഞങ്ങൾ അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടാണ് 26 മാറ്റുന്നത്. സ്തോത്രം. പക്ഷെ അതിന്റെ പുറകിലെല്ലാം ദൈവത്തിന് വ്യക്തമായ പ്ലാൻ ഉണ്ട്. നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, എപ്പോ തകർന്നോ, അവിടെ വെച്ച് തന്നെ മാനിക്കാൻ ദൈവം വിശ്വസ്തൻ. അങ്ങനെ ദേവദാസനെ. അപ്പൊ ഈ വിവാഹം എന്ന് പറയുന്നത് ആരെയും ദൈവാത്മാവിന്റെ ഒരു ഇതാ നടത്തിപ്പാന്ന് പറഞ്ഞപ്പം നമ്മളെ ആലോചിച്ചതാണോ അതോ? തീർച്ചയായിട്ടും അത് പറയാം.
ഈ 2017 ഞാൻ പറഞ്ഞല്ലോ, 2017 എന്റെ ഈ കാല് ഒടിയുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവല്ലയിൽ വന്ന് പ്രവർത്തനം ആരംഭിച്ച് ആ കാലഘട്ടങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പിന്നെ ഓൺലൈനിൽ അന്ന് ഈ ഒരു പിന്നെ നമ്മുടെ ഒരു മാട്രിമോണിയൽ സൈറ്റിനകത്ത് അന്നത്തെ എന്റെ ഗ്രാജുവേഷന്റെ ഉഗ്രൻ ഫോട്ടോകളൊക്കെ വെച്ച് അന്നത്തെ ഒരു രീതി അറിയാമല്ലോ, അങ്ങനെ ഒരു പ്രൊഫൈല് ഞാൻ അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊഫൈലിന് 2 ഇയർ വാലിഡിറ്റി ഉണ്ടായിരുന്നു. അന്നെങ്ങാണ്ട് 699 രൂപ 299 രൂപ അങ്ങാണ്ട് കൊടുത്താൽ മതി, ഒരു 2 ഇയർ വാലിഡിറ്റി ഉള്ള ഒരു സ്കീം ആ സമയത്തുണ്ടായിരുന്നു. ഞാനത് അത്ര പ്രതീക്ഷിച്ചോടൊന്നും അന്ന് അത് ഇട്ട സമയത്തൊക്കെ കുറച്ച് വിവാഹാലോചനകളും കോളുകളും ഒക്കെ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് നമ്മൾ പരസ്പരം ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ അതിനൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ ജീവിതത്തിന്റെ ഭീകരമായ പ്രതിസന്ധികളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ചിന്തയും മറ്റു കാര്യങ്ങളും ഒന്നും നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ ഈ ജീവിതത്തിന്റെ ഭീകരമായ പ്രതിസന്ധികളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതേ പ്രൊഫൈലിന്റെ വെളിച്ചത്തിൽ പിന്നീട് ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കോള് വരുന്നത്. ഈ കോള് വരുമ്പോ ഞാൻ ആ വിളിച്ച പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഇല്ല, ഞാന് അത് ഇന്നപ്പം ഇത്ര നാള് മുമ്പ് ഉണ്ടാക്കിയ ഒരു പ്രൊഫൈലാണ്, പക്ഷെ ഞാനിപ്പോ കഴിഞ്ഞ കുറെ കാലമായിട്ട് എനിക്ക് ഇങ്ങനെ ചില പ്രതിസന്ധികൾ ഉണ്ടായി, അപ്പോ അതിന്റെ ഘട്ടങ്ങളിൽ കൂടെ ഒക്കെ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള യാതൊരു ചിന്തയും നമുക്ക് ഇല്ല, സോറി ഫോർ ദാറ്റ് എന്ന് പറഞ്ഞ് ഞാൻ അവരോട് സംസാരിച്ചു. പക്ഷെ ഈ ചിന്ത ശരിക്കും അവരുടെ അകത്ത്, ആ കുടുംബത്തിൽ ദൈവാത്മാവ് വലിയ ചിന്തകൾ കൊണ്ടുവന്നു. ആ പെൺകുട്ടിയുടെയും അവരുടെ മാതാവിന്റെയും ഒക്കെ ഇടയിൽ വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ കൊണ്ടുവന്നു. അവരുടെ മനസ്സിൽ ആ പെൺകുട്ടി ആ മാതാവിനോട് ചോദിച്ചു, ഒരുപക്ഷെ നമ്മളിതൊന്നും ഇല്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചു, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ, ആരോഗ്യമുള്ള പ്രാപ്തിയുള്ള ഒരാളെ വിവാഹം കഴിച്ചു, പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരിക്കൽ ഒരു ക്ലേശം വന്നു. ശാരീരിക, മനുഷ്യരാണ്, സംഭവിക്കാം. അങ്ങനെ ഒരു ക്ലേശം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോ അവര് ഇതൊന്നും മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞില്ലേ എന്നൊക്കെ അവരുടെ അകത്ത് പിന്നീട് ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നതിന്റെ വെളിച്ചത്തിൽ അങ്ങനെ അവരുടെ കുടുംബത്തിൽ അതിനകത്ത് ചർച്ചകളും ഒക്കെ വന്നു. തീർച്ചയായിട്ടും ദൈവത്തിന് ഒരു വിഷയത്തിൽ ഇടപെടാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ഞങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത്. അങ്ങനെ പിന്നീട് അവരും അവരുടെ പിതാവും ഒക്കെ അവർ ബോംബെയിലായിരുന്നുകൊണ്ട് അവര് നാട്ടില് വരികയും അവരുടെ ഒരു ബന്ധുഭവനത്തിൽ ഞങ്ങള് പോയി ഒരുമിച്ച് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായി കടന്നു ചെന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കണ്ട് സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നീട് അവര് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരികയും അപ്പോ ഈ സുവിശേഷ വേലയിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവത്തിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് ശാരീരികമായ പരിമിതികൾ ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു ചെറിയ പ്രാപ്തിയൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. അപ്പം അവര് പൂർണ്ണമായിട്ടും ആ കുടുംബം എന്നിൽ സന്തോഷം ആണ് എന്നവർക്ക് മനസ്സിലാകുകയും അതിനപ്പുറം അവര് പ്രാർത്ഥിച്ച് ഇതിനകത്തൊരു ദൈവഹിതമുണ്ട്, ദൈവനിയോഗമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ പെൺകുട്ടിക്ക് കർത്താവിന്റെ വേലയോടുള്ള അതിനായിട്ടുള്ള വിളിയും തെരഞ്ഞെടുപ്പും അവളുടെ ചെറിയ പ്രായത്തിലെ ഉണ്ടായിരുന്നത് കൊണ്ടും അതൊരു ദൈവാലോചനയുടെ ഭാഗമായിട്ട് ആ വിവാഹം അങ്ങനെ ആണ് സംഭവിക്കുന്നത്. ശരിക്കും അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി, മറ്റ് ഈ മാധ്യമങ്ങളൊക്കെ അതിനൊരു കാരണമായി എന്ന് പറയുമ്പോഴും അതിനൊക്കെ അപ്പുറം ദൈവത്തിന്റെ മഹാപദ്ധതിയാണ് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹ ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞ് ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സഭാ പാസ്റ്ററോട് പറഞ്ഞിരുന്നു, എനിക്ക് അവസാനം ഒരു 2 മിനിറ്റ്, ഒരു 10-700 പേര് സാധാരണ നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കല്യാണത്തിന് അത്രയും പേരൊക്കെ മാക്സിമം പങ്കെടുക്കുന്നു. ഒരു 10-700 പേരുള്ള ഒരു സാധാരണ കല്യാണം. ആ കല്യാണം കഴിഞ്ഞു. അവസാന നിമിഷം ആശീർവാദം പറയുന്നതിന് 2 മിനിറ്റ് മുമ്പ് ഞാൻ പാസ്റ്ററോട് ആവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ എനിക്ക് അദ്ദേഹം 2 മിനിറ്റ്, വേറെ ഒന്നിനുമല്ല, ഞാൻ ഇത്രയും പ്രതിസന്ധികളിൽ കൂടെ പോയപ്പോ എന്നെ കുറ്റം പറഞ്ഞ കുറച്ചു പേരെങ്കിലും ഒക്കെ അതിനകത്തുണ്ട്. എല്ലാവരും ഒന്നും അല്ല കേട്ടോ, അതിനകത്തൊരു 95% ആൾക്കാരും എന്നോട് സ്നേഹവും ഒക്കെ ഉള്ളവരാണ്. കുറ്റം പറയുന്നവർ എല്ലായിടവും കുറച്ചു പേരൊക്കെ കാണുമല്ലോ.
അങ്ങനെ കുറച്ചുപേര് അതിനകത്തുണ്ട്, എനിക്കറിയാം. അതിലുപരി ദൈവനാമം ഒന്ന് മഹത്വപ്പെടുത്തണം എന്നെനിക്ക് വലിയ നിയോഗം എൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദൈവ ആത്മപ്രേരണമായി ഈ പറഞ്ഞവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, പ്രധാനമായിട്ടും വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യം, വേറെ കാര്യമൊന്നുമല്ല. എന്നെ പോലെ ഒരാൾക്കൊരു വിവാഹം ഉണ്ടായപ്പോ പലർക്കും വലിയ കൗതുകമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാ. ഇവന് കല്യാണം, ഇവൻ വിവാഹം കഴിക്കുന്നു, കുടുംബജീവിതവും വല്ല കാര്യമുണ്ടോ എന്നൊക്കെയാ പല അഭിപ്രായങ്ങൾ. അങ്ങനെ ആദ്യം പറഞ്ഞത് പെൺകുട്ടിക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, എന്തോ ശാരീരിക പരിമിതിയോ ബുദ്ധിമാന്ദ്യമോ മറ്റോ ഒക്കെ കാണും എന്നുള്ളതാണ് പലരുടെയും ചിന്ത. അങ്ങനെ അല്ല എന്ന് മനസ്സിലായപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞു. എല്ലാം മറച്ചു വെച്ച് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ പറ്റിക്കുക, എനിക്ക് ക്യാൻസർ വന്നു, ഞാൻ ഇത്രയും മാരകമായ ചികിത്സകളിൽ കൂടെ പ്രശ്നങ്ങളിൽ കൂടെ പോയ ആളാണെന്നും ഒക്കെ മറച്ചു വെച്ചിട്ടായി കല്യാണം നടത്തുന്നതെന്നുള്ളതാണ് ചിലരുടെയൊക്കെ അഭിപ്രായം. അങ്ങനെ ഇത് രണ്ടും അല്ല, ഇതൊരു ദൈവ പദ്ധതിയാണെന്ന് വെളിപ്പെടുത്തേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. ദൈവനാമ മഹത്വത്തിന് അത് കാരണമായി തീരും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ആ വിശ്വാസത്തോടെ സഭാപാസ്റ്റർ അനുവാദത്തോടുകൂടെ ഞാനൊരു 2 മിനിറ്റ് അവിടെ ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞു. ചെറിയ ഒരു 2-3 മിനിറ്റിനകത്തുള്ള ഒരു ചെറിയ സാക്ഷ്യമായിരുന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ വഴിക്ക് പോയി. ഇത് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രിയപ്പെട്ട ദൈവദാസി, ഞാൻ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി, ദൈവനാമ മഹത്വത്തിനായി പറയട്ടെ, എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോ എന്റെ പ്രാദേശിക സ്ഥലത്ത് മാത്രമേ എന്റെ വിഷയങ്ങളും എന്റെ പ്രതിസന്ധികളും ഒക്കെ ആൾക്കാർ പറഞ്ഞു നടന്നുള്ളൂ. അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറ്റം പറച്ചിലും അല്ലെങ്കിൽ പഴി പറച്ചിലും ഒക്കെ അത്രയ്ക്കെത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ആ പഴിപറച്ചിലിന്റെ വെളിച്ചത്തിൽ 10 പേര് കുറ്റം പറഞ്ഞപ്പോൾ അവിടുള്ള ഇത് വെച്ച് ഞാൻ അവിടെ ഒരു സാക്ഷ്യം പറഞ്ഞെങ്കിൽ അതിൽ കൂടെ ഉണ്ടായ ദൈവമഹത്വത്തിന് ദർശകരാകാൻ ദൈവം ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആൾക്കാരെയാ ഒരുക്കിയത് എന്നുള്ളത് വലിയൊരു ദൈവ പദ്ധതിയായിരുന്നു. സ്തോത്രം. ഞാൻ പ്രതീക്ഷിച്ചതോ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തതോ ആയ ഒരു കാര്യമല്ല. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ആരാണോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് വൈറലായത്, ആ പ്രിയ ദൈവദാസനെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വിദേശ രാജ്യത്ത് വെച്ച് മുഖാമുഖം കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത്. അന്ന് എന്നോട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള ക്രിസ്ത്യൻ ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലിൽ, മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലിൽ കൂടെ, ഒരു ദൈവദാസന്റെ ചാനലിൽ കൂടെയാണ് ഇത് വൈറലാകുന്നത്. അദ്ദേഹവും ഞാനും തമ്മിൽ യാതൊരു മുൻപരിചയവും അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചെറിയ കട്ടിങ് കിട്ടി, അദ്ദേഹം അതെടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തു. പക്ഷെ അത് അപ്രതീക്ഷിതമായ നിലവാരത്തിൽ മീഡിയയിലൊക്കെ അത് വൈറലായി. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കാണുകയും ഈവൻ എന്റെ ഫോൺ നമ്പർ അതിനകത്ത് ഉൾപ്പെടുത്തിയതിന്റെ വെളിച്ചത്തിൽ കോളുകളെല്ലാം കൂടി എടുക്കാൻ വയ്യാതെ ഫോൺ ഹാങ് ആകുക ചെയ്യുന്ന വരെ സാഹചര്യത്തിലേക്ക് വൈറൽ ആയിട്ട് ഈ വീഡിയോ മാറുന്ന ഒരവസ്ഥ ആ സമയത്ത് സംജാതമായി. തീർച്ചയായിട്ടും ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഇന്നും ആ വീഡിയോയുടെ ഇമ്പാക്റ്റുകൾ ഉണ്ട്. ഞാൻ എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും 10 വിശ്വാസികൾ കൂടുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും എന്നെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളത് ശുശ്രൂഷയിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു ഐഡന്റിറ്റിയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നമ്മൾ നിന്ദിക്കപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും നമ്മൾ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ദൈവം എന്നെ മറന്നോ, ദൈവം എന്നെ ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചേക്കാം. പക്ഷെ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, പെനീന ഒത്തിരി കുത്തിയത് കൊണ്ടും കുറ്റം പറഞ്ഞത് കൊണ്ടാണ് ഹന്ന പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിയത്. അല്ലാതെ ഹന്നായിക്ക് മക്കളില്ലാത്തതിന്റെ വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലായിരുന്നു. കാരണം എപ്പോഴും ഇരട്ടി ഓഹരി കിട്ടുകയും യാതൊരു പ്രശ്നവും ഇല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിച്ച ഹന്നായിക്ക് പെനീനായുടെ കുത്തുവാക്കുകളാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞതുപോലെ അവിടെയാണ് ഒരു ദൈവപ്രവൃത്തി പിന്നീട് നമ്മൾ കാണുന്നത്. എന്ന് പറയുന്ന പോലെ കുറ്റം പറയാൻ കുറച്ചു പേരുണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് അന്ന് അങ്ങനെ ഒരു സാഹചര്യം പറയാനൊക്കെ തോന്നിയതും അത് ഇന്ന് ഇത്തരത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ആയി മാറുകയും ചെയ്യുന്നത് ഒക്കെ അതിന്റെ വെളിച്ചത്തിൽ. അതുകൊണ്ട് പരിഭവിക്കണ്ട. നമ്മളെ പഴി പറയുന്ന, കുറ്റം പറയുന്ന, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തിപരമായി അവരോട് പരിഭവിക്കണ്ട. അങ്ങനെ ചെയ്യാൻ അവരുടെ മേലൊരു നിയോഗമുണ്ട്. അതങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. കാരണം അതിനപ്പുറം ദൈവം ഒരുക്കുന്ന ചില പദ്ധതികളുണ്ട്. സ്തോത്രം. അങ്ങനെ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ
അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചു. പിന്നീട് 2020 തുടക്കം മുതൽ നമുക്കറിയാം കോവിഡിന്റെ കാലഘട്ടങ്ങളായിരുന്നു. 1.5 വർഷം എല്ലാവരും പ്രതിസന്ധിയിലായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളും കുറെ ബുദ്ധിമുട്ടുകളിൽ കൂടെ ഒക്കെ പോയി. അതിൻ്റെ ഇടയിലൊക്കെ പലതവണ കാലയിൽ ഇൻഫെക്ഷനുകളൊക്കെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് റേഡിയേഷന്റെ ഒരു ഏരിയ ആയതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പലതവണ പിന്നെയും ശസ്ത്രക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് 2021 എന്റെ കാലയില് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായി. അത് ബോൺ ഇൻഫെക്ഷൻ ലെവലിലേക്ക് അത് മാറി. ബോണിലേക്ക് ആ ഇൻഫെക്ഷൻ ബാധിക്കുന്ന അവസ്ഥയിൽ അസഹ്യമായ വേദനയും പ്രതിസന്ധികളും ഒക്കെ എനിക്ക് ഉണ്ടായി. അങ്ങനെ 2021 തൽക്കാലം പിന്നെ ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്തപ്പോൾ കുറച്ചൊക്കെ ഒരു പരിമിതി വന്നെങ്കിൽ ഈ ബോൺ ഇൻഫെക്ഷൻ പൂർണ്ണമായും സെറ്റിൽ ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ ഡോക്ടർ ഞങ്ങളോട് ഈ കാര്യത്തെ പറ്റി വിശദമായി സംസാരിച്ചു. കിംസിലെ ഡോക്ടർ മദൻ മോഹൻ എന്ന് പറയുന്ന ഒരു ഓർത്തോപീഡിക് സർജൻ ആയിരുന്നു എന്റെ ഡോക്ടർ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോബിൻ, ഒരുപാട് ശസ്ത്രക്രിയകളായി, എത്രയോ ശസ്ത്രക്രിയകളിൽ കൂടെ താങ്കൾ കടന്നുപോയി, നട്ടലിനകത്ത് എത്രയോ പഞ്ച് നമ്മൾ കൊടുത്തു, ഒരുപാട് പ്രതിസന്ധിയാണ്, നടുവേദനയൊക്കെ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയും ഇങ്ങനെ പോകുന്നതിൽ വലിയ അർത്ഥമില്ല. അതുകൊണ്ട് ഈ ഇൻഫെക്ഷൻ ഇങ്ങനെ നിന്ന് ബുദ്ധിമുട്ടുകളാകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും ഈ കാലുമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജോബിന് ഉചിതമായ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അറിയാം അതിനകത്ത് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇപ്പോ ഉള്ള അനുഭവത്തെക്കാൾ കുറെ കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഭാവിയിൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ ഒത്തിരി അഡ്വൈസ് ചെയ്തു. അങ്ങനെ വേറെ 1-2 ഒപ്പീനിയൻസ് ഒക്കെ എടുത്തു. എല്ലായിടത്തും ഒരേ ഇത് തന്നെയാണ്. അറ്റ് ലാസ്റ്റ് 2021 ഒക്ടോബർ 28 ഏകദേശം 4-4.5 വർഷത്തെ തീവ്രമായ പരിശ്രമങ്ങൾ, ശസ്ത്രക്രിയകൾ, ആശുപത്രിവാസങ്ങൾ, അസംഖ്യം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ എല്ലാത്തിന്റെയും ഒടുവിലായി 2021 ഒക്ടോബർ 28 എനിക്ക് എന്നേക്കുമായി എന്റെ വലത് കാല് നഷ്ടപ്പെട്ടു. ആ സമയത്ത് ഐ വാസ് 32. ഞാൻ 32 വയസ്സായിരുന്നു എനിക്ക് ആ സമയത്ത് പ്രായം. ഒത്തിരി വേദന ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാജുറേഷൻ ഇല്ലാതെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇമോഷണലി ഞാൻ ഒത്തിരി ആ വിഷയത്തിൽ തകർന്നു. മനസ്സ് വല്ലാതെ വിങ്ങി. പിന്നീടുള്ള ജീവിതത്തെ പറ്റിയുള്ള ചിന്തകൾ, ആശങ്കകൾ, അങ്ങനെ ഒത്തിരി ചിന്തകളൊക്കെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. കൂടെ വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ച ഒരു പ്രിയപ്പെട്ടവൻ. ആ സമയത്ത് ഈ പണ്ട് കുറ്റം പറഞ്ഞവരിൽ ചിലരെങ്കിലും ഒക്കെ വീണ്ടും തലപൊക്കി, അന്നേ ഞങ്ങൾ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെയൊക്കെ വരുത്തുള്ളൂ, ഈ പെങ്കൊച്ചിന്റെ ജീവിതവും കൂടെ തകർത്തു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ചില അഭിപ്രായങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയിട്ടുണ്ട്. എനിക്കിതൊക്കെ അറിയാം. എന്നോട് മുഖത്ത് നോക്കി ആരും പറയത്തില്ലേലും എനിക്കിതൊക്കെ നന്നായിട്ട് ഗ്രഹിക്കാൻ പറ്റും കൃപയാൽ. അപ്പൊ ഞാനിത് മനസ്സിലാക്കി. ആ സമയത്ത് ഞങ്ങൾക്ക് തലമുറകളില്ലാത്തൊരു സാഹചര്യം കൂടെ ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ ചില ചെക്കപ്പുകളൊക്കെ നടത്തിയപ്പോൾ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ, ഞങ്ങൾക്ക് ചില പരിമിതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞങ്ങള് ചികിത്സകൾക്കൊന്നും പോവാതെ വിശ്വാസത്താൽ അതിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. 1-2 ആദ്യ തവണകളിലൊക്കെ കുറച്ച് ചികിത്സകളൊക്കെ പോയെങ്കിലും അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് ഞങ്ങൾ അതൊക്കെ അങ്ങ് നിർത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാന് ഒത്തിരി പരിമിതികളിൽ കൂടെ പോയി. ഈ കാല് മുറിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ന് തീരുമാനിച്ച് നാളെ അങ്ങ് മുറിക്കുകയല്ല. ഒരു 1.5 മാസത്തെ ഒരു ടൈം പീരീഡ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓങ്കോളജി, അതുപോലെ പിന്നെ ഓർത്തോ, അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ലിംബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ ഒത്തിരി ചർച്ചകൾക്കൊടുവിലാണ് അത് ആംപ്യൂട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇതിന്റെ യാത്രകൾ, ആശുപത്രിയിൽ ഞങ്ങൾ പോവുക വരിക, ഡോക്ടേഴ്സിനെ കാണുക, ഒരുമിച്ച് അവരെ പല മീറ്റിങ്ങുകൾ കൂടുക, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇനിയെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകണമെന്നൊക്കെ ഒരു ചിന്തയുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയില് ദൈവത്തിന്റെ ഒരു പദ്ധതി, ഈ കുറ്റം പറയുന്നവർ ഇനിയും തലപൊക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ദൈവം അതിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി അയച്ചു. എന്റെ കാല് ആംപ്യൂട്ടേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവളുടെ ഉദരത്തിൽ ഞങ്ങൾക്കൊരു തലമുറ ഉണ്ടായിരുന്നു. അപ്പൊ മുമ്പ് നമ്മൾ ഈ ലൈവ് ആരംഭിക്കും മുമ്പ് എൻ്റെ അടുത്ത് ഒന്ന് വർത്താനം പറഞ്ഞ അദ്ദേഹമാണ്. അന്ന് എന്റെ ആംപ്യൂട്ടേഷൻ നടക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവളുടെ ഉദരത്തിൽ ഞങ്ങളുടെ മൂത്ത തലമുറയ്ക്ക് 2 മാസത്തെ ഏകദേശം 8-10 ആഴ്ചത്തെ വളർച്ചയുള്ളൂ.
എല്ലാവർക്കും അറിയാം, അമ്മമാർക്ക് പ്രത്യേകിച്ച് അറിയാം, ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ അതിന്റെ 8th വീക്ക് 2nd മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ ഭ്രൂണം എന്ന് പറയുന്നത് എംബ്രിയോയ്ക്ക് ഷെയ്പ്പ് വെച്ച് തുടങ്ങുന്നത്, കൈകാലുകളൊക്കെ വളർന്ന് തുടങ്ങുന്ന ഒരു സമയം. ആക്ച്വലി ഈ ഒരു അറിവ് എനിക്ക് ഉണ്ടായപ്പോ എന്റെ ആംബ്യൂട്ടേഷൻ കഴിഞ്ഞ് ഞാൻ ICUല് കഴിഞ്ഞ് എന്റെ റൂമിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അന്ന് എന്റെ വൈഫ് ആണ് എന്റെ കൂടെ നിൽക്കുന്നത്. ഈ കോവിഡിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സമയം, എല്ലാവരെയും കൂടെ ഒന്നും നിർത്തത്തില്ല. അപ്പൊ അവള് തന്നെ എന്നോട് ഈ അറിവ് ഈ മൊബൈലിലെ ഒരു ആപ്ലിക്കേഷൻ വഴി എന്നെ മനസ്സിലാക്കുന്നത്. എനിക്കിത് വലിയൊരു ചാലഞ്ച്, എനിക്ക് കരയാനൊക്കെ തോന്നി, ഒത്തിരി ഞാൻ കരഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി, അതായത് വലിയൊരു അത്ഭുതമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. എന്റെ കാല് നഷ്ടപ്പെടുന്നതിന്റെ നിരാശയും വേദനയും പ്രയാസവും ഒക്കെ അനുഭവിച്ച് ഞാൻ കിടക്കുമ്പോൾ എന്റെ രക്തത്തിൽ നിന്ന്, എന്നിൽ നിന്ന് ഉത്ഭവിച്ച അടുത്തൊരു ജനറേഷനെ കർത്താവ് പുറത്തെടുക്കുക. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്ന പോലെ, അത് മഹത്തകരവും അത് അഗോചരവുമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല എന്ന് പുസ്തകത്തിൽ എഴുതുന്നത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഒരു വലിയ ദൈവ പദ്ധതിയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ തലമുറ എന്ന് പറയുന്നത്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ദൈവം ഞങ്ങളെ അവിടെയും ആശ്വസിപ്പിച്ചത് ഒരു തലമുറയെ നൽകിക്കൊണ്ടാണ്. അങ്ങനെ പിന്നീട് അതിന്റെ കുറെ കാലം കഴിഞ്ഞ് ആംബ്യൂട്ടേഷൻ കഴിഞ്ഞു, അതിന്റെ പീരീഡ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ ഇപ്പോൾ പ്രസന്റ് ഞാൻ കൃത്രിമക്കാലയിലാണ് ജീവിക്കുന്നത്. അതിന്റെ തുടക്കത്തിൽ ഒത്തിരി ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്റെ അകത്ത് ധൈര്യം പകർന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ ആത്മധൈര്യം പകർന്ന് ഞാൻ എല്ലാത്തിൽ നിന്നും നല്ല കോൺഫിഡന്റ് ആയിട്ട് റിക്കവർ ചെയ്ത് വരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഇന്ന് ഞാൻ കൃത്രിമക്കാലിലാണെങ്കിലും ഞാൻ പോകുന്നതോ നടക്കുന്നതോ എടുക്കുന്നതോ ഒന്നും കണ്ടാൽ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാകത്തില്ല. അത്യാവശ്യം നല്ല ഗുണനിലവാരമുള്ള ഒരു ലിംബാണ് എനിക്ക് വെച്ചിരിക്കുന്നത്. അതിന് ഒത്തിരി എക്സ്പെൻസീവ് ആണ്, ഒത്തിരി നല്ല ലിംബാണ്. ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ചെറുതും വലുതുമായ സഹായങ്ങളുടെ ഒക്കെ വെളിച്ചത്തിലാണ് ആ കാര്യങ്ങളൊക്കെ സാധ്യമായത്. ഒത്തിരി ചാലഞ്ചിങ് ആണ്. എന്നാൽ ദൈവകൃപയാൽ ഞാൻ ആർട്ടിഫിഷ്യൽ ലിംബിൽ ജീവിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് ഒരു പ്രചോദനമായിട്ട് ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഞാൻ വെച്ചിരിക്കുന്ന ലിംബ് ഒത്തിരി എക്സ്പെൻസീവ് ആണ്. അതിന്റെ ഓരോ മൂവ്മെന്റിനും നമ്മൾ പൈസ ചെലവാക്കണം. സ്തോത്രം. ഞാൻ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കൈകാലുകളൊക്കെ നമുക്ക് എല്ലാ അവയവങ്ങളും ഒക്കെ ഉള്ളപ്പം അതിന്റെ മഹത്വം നമുക്ക് അറിയത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആന്തരികമായ ചില അവയവങ്ങളൊക്കെ റിമൂവ് ചെയ്താൽ നമുക്ക് വലിയ ഫീലിങ്സ് ഒന്നും ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ ആ അവയവങ്ങളൊന്നും കണ്ടിട്ടില്ല. അത് ഇന്റേണലി ഉള്ള സംഭവങ്ങൾ. പക്ഷെ എക്സ്റ്റേണലി ഉള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. എന്നാൽ അതിന്റെ ഒരു കൃത്രിമ സാഹചര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഭൗതികമായ വശങ്ങളെ പറ്റി ഓർക്കുമ്പോഴാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവയവങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെയൊക്കെ ഒരു മഹത്വം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അംഗപരിമിതിയുടെ ലോകത്താണ് ജീവിക്കേണ്ടത്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇന്ന് ഞാൻ ഈ പരിമിതികൾ ഉള്ള മനുഷ്യനാണെങ്കിലും എനിക്ക് 3.5 വയസ്സും 1.5 വയസ്സും പ്രായമുള്ള 2 ആൺകുഞ്ഞുങ്ങളെ കർത്താവ് തന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടു, അവസാനിച്ചു, തീർന്നു എന്നൊക്കെ എന്നെ പറ്റി വിധി എഴുതിയ സമൂഹത്തിന്റെ നടുവിൽ ഇല്ല, ഒന്നും അവസാനിച്ചിട്ടില്ല, ദൈവത്തിന്റെ പദ്ധതികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് വെളിപ്പെടുത്തുമാറ് ഇന്ന് പരിമിതി ഒരു വശത്തുള്ളപ്പോഴും ശക്തനായി നിന്ന് കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ഞങ്ങളാലാവോളം കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട എനിക്ക് പറയാനുള്ളത്, ദൈവവചനത്തിൽ ഒരു വാക്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് സാത്താന്റെ ദൂതനെ തന്നെ എന്ന് പറഞ്ഞ് പൗലോസ് അവിടെ പറയുന്നുണ്ട്. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു.
9-ാം വാക്യത്തിൽ പറയുന്ന അവൻ എന്നോട്, കർത്താവ് പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. മരിച്ചവരെ ഉയർപ്പിച്ചവനാ പൗലോസ്. പൗലോസിന്റെ റൂമാല് വീഴുന്നിടത്തും പൗലോസിന്റെ നിഴൽ തട്ടിയെടുത്തും ഒക്കെ അത്ഭുത രോഗശാന്തികളും അത്ഭുത വിടുതലുകളും ഭൂതശാന്തിയും നിരവധിയായ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്ത മഹാനായ പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിൽ, അവിടെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജഡത്തിൽ തനിക്കൊരു ശൂലമുണ്ട്. ആത്മാവിലുണ്ടെന്നല്ല പറഞ്ഞത്, ജഡത്തിൽ. അപ്പം ആ ജഡത്തിലെ ശൂലം മാറേണ്ടത് ആ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യനാകുന്ന പൗലോസിന് ആവശ്യമാണ്. പൗലോസ് അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3 വട്ടം പ്രാർത്ഥിച്ചു എന്ന് എഴുതിയേക്കുന്നു. 3 വട്ടം പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാ പറഞ്ഞു. അപ്പം പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നല്ല, ദൈവം കേട്ടു. ദൈവം കേട്ടിട്ട് ദൈവം കൊടുക്കുന്ന ഒരു മറുപടിക്കകത്ത് ദൈവം പൗലോസിനോട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുമ്പോ ആ പ്രഖ്യാപനത്തിൽ ഒരു ചോദ്യമുണ്ട്. കർത്താവ് പൗലോസിന്റെ പ്രാർത്ഥനയോട് ചോദിക്കുകയാണ്, പൗലോസെ, നിനക്ക് എന്റെ കൃപ വേണോ അതോ നിനക്ക് നിന്റെ ശൂലം മാറണം? അവിടെ താഴത്തെ വാക്യമാണ് എന്നെ ആവേശം കൊള്ളിച്ചത്. ഈ എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം ബലഹീനനാകുന്നോ അത്രത്തോളം ദൈവകൃപ എന്റെ അകത്ത് നിറഞ്ഞുകൊണ്ടേയിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. വൈദ്യശാസ്ത്രത്തിന്റെ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ യുണീക് ഡിസബിലിറ്റി ID കാർഡ് ഉണ്ട് എനിക്ക്. അതും പ്രകാരം ഞാൻ 50% ബലഹീനതയുള്ള മനുഷ്യനാണ്. 50%. പലപ്പോഴും ഞാൻ ഈ പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് പോയി പലർത്തും നിന്ന് പ്രസംഗിക്കുമ്പോൾ 50% ബലഹീനത എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ നോക്കും, എവിടെ ഈ 50% കാണാൻ പറ്റുകയില്ല, പെട്ടെന്ന് അറിയത്തില്ല. അപ്പോ എന്റെ വീട്ടിൽ എന്റെ കൂടെ ഒരു ദിവസം താമസിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും എനിക്ക് എത്രത്തോളം ബലഹീനതകളുണ്ടെന്ന്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് 50% ബലഹീനതയാണ് എനിക്കുള്ളതെന്ന് സർക്കാർ പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ 100% ബലഹീനനാണ്. കാരണം 100% ബലഹീനനാണെങ്കിലേ എന്റെ അകത്ത് 100% ദൈവകൃപ നിറയത്തുള്ളൂ. സ്തോത്രം. ഇതാണ് എന്റെ ബോധ്യം. നമ്മൾ എത്രത്തോളം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്രത്തോളം ബലഹീനരാണ് എന്ന് ദൈവസന്നിധിയിൽ അഡ്മിറ്റ് ചെയ്യുന്നിടത്തോളം നമ്മുടെ അകത്തേക്ക് ദൈവകൃപ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഞാൻ ശക്തനാണ്, എനിക്ക് വല്ലതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊന്നും അല്ല പൗലോസ് പറഞ്ഞത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ യോഗ്യതകളല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടേതായ ഒന്നുമല്ല, ദൈവത്തിന്റെ മഹാപദ്ധതി. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ആ കൃപയാണ്, ആ ശക്തിയാണ്, ആ കരുത്താണ്, ആ ബലമാണ് ഞങ്ങളെ കുടുംബമായി മുന്നോട്ട് നയിക്കുന്നത്. പ്രിയമുള്ളവരെ, എഴുതി തള്ളിയ ഒരു സമൂഹത്തിന്റെ നടുവിൽ, ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്ന് കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ഒരു പുതിയ സഭാപ്രവർത്തനത്തിന് ഒരു സന്ധ്യാപ്രാർത്ഥനയായി തുടക്കം കുറിച്ച് ഇന്ന് ഇന്ത്യ ബന്ധക്കോസ് സഭ കൊല്ലം നോർത്ത് സെന്ററിന്റെ ഭാഗമായി ചീരങ്കാവ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിൽ ഒരു ചെറിയ വാടക കെട്ടിടത്തിനകത്ത് കുറച്ച് ആൾക്കാരെ മാത്രം കൂടുന്ന ഒരു ചെറിയ സഭാപ്രവർത്തനമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച പ്രവർത്തനവുമായി, ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. കുടുംബമായി ദേശത്തിന്റെ നടുവിൽ അഭിമാനത്തോടെ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ച് എന്നെ വിടുവിച്ച രക്ഷകനെ ദൈവം അയക്കുന്നിടത്തൊക്കെ പോയി ഘോഷിക്കുവാനും 100 കണക്കിന് വേദിയിൽ എന്റെ അരുമനാഥനെ ഉയർത്തുവാനും ജീവിതത്തിന്റെ അസംഖ്യം പ്രതിസന്ധികളുടെ നടുവിൽ ഉഴന്നു നടന്ന് പ്രതിസന്ധികളും ഭാരങ്ങളും താങ്ങാൻ കഴിയാതെ വിശ്വാസം ത്യാഗത്തിന്റെ വക്കിൽ നിന്ന, അല്ലെങ്കിൽ ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന ചിലരെയെങ്കിലും ഒക്കെ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചെടുക്കുവാൻ ഞങ്ങളെ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം
ഞാൻ സകലത്തിനും മതിയായവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവിടുന്ന് നമ്മളെ വിളിച്ച ആ ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് ഒരിക്കലും ഒരു കാലത്തും നമ്മെ ഇട്ടിട്ട് പോകുന്നവനല്ല. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും ദൈവ പദ്ധതികൾ നമ്മുടെ മേൽ അവശേഷിച്ചിരിക്കും കാലം ശത്രുവിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ ചുമ്മാ എക്സാജറേറ്റ് ചെയ്ത് പറയുകയല്ല. എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിലും ഒരു വിഷയങ്ങളിലും ഞാൻ ഇന്ന് അതിനകത്ത് പരിഭവിച്ചും സങ്കടപ്പെട്ടും ഇരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്റെ തലേന്നൊരു മുടിയെങ്കിലും നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതെന്റെ സ്വർഗത്തിന്റെ അനുമതിയോടുകൂടെയാണ് എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യം. ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ഒത്തിരി നഷ്ടങ്ങളും ക്ലേശങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ടെങ്കിലും എന്നെ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങളെ തോളിലെടുത്ത് അവരെ ചുമക്കാനൊക്കെ ഈ പരിമിതിയുള്ള സാഹചര്യത്തിലും എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നടത്താൻ വിശ്വസ്തനാണ്. ഈ അനുഭവങ്ങൾ കേൾക്കുന്ന ശ്രദ്ധയോടെ ശ്രമിച്ച അനേകർക്ക് അത് ജീവനിലേക്കുള്ള വഴിയായി തീരട്ടെ, അതിലേക്കുള്ള ധൈര്യമായി തീരട്ടെ, നിങ്ങളുടെ വിശ്വാസവർദ്ധനയ്ക്ക് അത് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവശക്തി നമ്മുടെ ശരീരത്തിൽ, ദൈവദാസൻ്റെ ഹല്ലേലൂയ ശരീരത്തിൻ്റെ ബലഹീനത ദൈവദാസനെ അത് ശക്തിപ്പെടുത്തുന്നതാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരുവാൻ, ഓരോ ദിവസവും ദൈവശക്തി അനുഭവിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഹല്ലേലൂയ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിനെയും അധികമാകുന്ന ദൈവശക്തിയാൽ കർത്താവ് നിറയ്ക്കട്ടെ. അനേകർക്ക് ദൈവദാസനൊരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് ദൈവദാസനെ ഇനി ഉപയോഗിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ ഒത്തിരി അധികം നന്ദിയുണ്ട്. കർത്താവ് ബലപ്പെടുത്തട്ടെ. താങ്ക് യു പാസ്റ്ററെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹര നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ വായിക്കുന്നത് പോലെ അവിചാരിതമെന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോഴും ദൈവത്തിന്റെ പദ്ധതിയിൽ ഈ ദിനവും അങ്ങ് കണ്ടിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. ജോയ്സ് ടിവിയിലൂടെ എളിയവനെ ദൈവം നടത്തിയ അനുഭവങ്ങളെ പങ്കുവെക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ അവസരത്തിനായി സ്തോത്രം. അതിന് മുഖാന്തരമായ അതിന്റെ സംഘാടകരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയങ്ങളിൽ അധ്യക്ഷപദം അലങ്കരിച്ച കർത്താവിന്റെ ദാസിയെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉപരിയായി ഓൺലൈൻ മീഡിയയിൽ കൂടെ ഈ അനുഭവങ്ങൾ കേൾക്കുവാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് കേൾക്കുന്ന പലർക്കും അത് ജീവനായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ. അവരുടെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ശക്തിയും കരുത്തുമായി തീരട്ടെ. കർത്താവേ, അതിലുപരി എളിയവനെ രക്ഷിച്ച, വിടുവിച്ച, പുറത്തെടുത്ത ദൈവത്തിന്റെ മഹാ പദ്ധതി വിശ്വാസം മൂലം ഇത് കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിലും ആമേൻ അത്ഭുതകരമായ ദൈവപ്രവൃത്തിയുടെ ഒരു അനുഭവങ്ങളായി തീരുവാൻ പരിശുദ്ധാത്മാവ് ആമേൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അയക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ പ്രവൃത്തികളെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ ജീവിപ്പിക്കുന്ന അനുഭവങ്ങളാക്കി ഇത് തീരാൻ പോകുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദൈവത്തിന്റെ മഹാസ്നേഹത്തെ, ഈ ദൈവത്തിന്റെ ആമേൻ സ്തോത്രം മഹാകരുതലിനെ തിരിച്ചറിയുവാൻ ചിലരുടെ ഉള്ളങ്ങളെ ഈ അനുഭവങ്ങൾ നിമിത്തം കർത്താവ് തുറക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക്, വർധനവിന് ആമേൻ ഈ അനുഭവങ്ങൾ കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇത് ശ്രമിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും
ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുകുട്ടി ആ ബാലവൃത്തം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇതിൽ കൂടെയുള്ള എല്ലാ ബ്രോഡ്കാസ്റ്റ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് കാരണവുമായി തീരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചൊരുക്കിയ നല്ല മുഖാന്തരത്തിനായി സ്തോത്രം. സകല മാനവും മഹത്വവും കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ, പൊന്നു പിതാവേ. ആമേൻ, ആമേൻ.